കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പോഷകങ്ങൾ, ആരോഗ്യം എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴും പല ആൾക്കാർക്ക് സംശയമാണ്, അതിന്റെ ആവശ്യമുണ്ടോ, അത് കഴിക്കണോ, അത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ആരോഗ്യം തന്നെയാണ്, നമുക്കറിയാം. അപ്പോൾ സബ്സെ പെഹലെ സെഹത്ത്. അപ്പോൾ ആർ ന്യൂട്രീഷ്യസ് സപ്ലിമെന്റ്സ് നെസസറി. അപ്പോൾ എന്തെന്നാണ് പറഞ്ഞിട്ട് നമുക്ക് PVMF-ഉം കൂടി ചേർത്തിട്ടാണ് ഇന്ന് സംസാരം. അപ്പോൾ നമുക്കറിയാം ആരോഗ്യം വേണമെങ്കിൽ 70% ന്യൂട്രീഷനും അതുപോലെ 30% വ്യായാമമാണ്. ഇത് കൃത്യമായിട്ട് പാലിക്കുന്ന എത്ര പേരുണ്ടാവും? അതാണ് ആദ്യത്തെ ചോദ്യം. അത് പാലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ആരോഗ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ വെറും പോഷകങ്ങൾ കഴിക്കുക, വ്യായാമം ചെയ്യാതിരിക്കുക, വെറും വ്യായാമം മാത്രം ചെയ്യുക, പോഷകങ്ങൾ കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ആരോഗ്യം ഉണ്ടാവാനുള്ള സാധ്യത കുറയും. പിന്നെ അതുപോലെ തന്നെ ജീവിതശൈലി, നല്ല ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി അവലംബിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ജീവിതശൈലികൾ മാറുമ്പോൾ അതിനുവേണ്ടി പോയി മരുന്ന് കഴിച്ചാൽ എങ്ങനെ പിന്നെ അസുഖങ്ങൾ മാറുക? ഒരിക്കലും മാറില്ല. ജീവിതശൈലി രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ശൈലി മാറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് അസുഖം മാറൂ. അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ തന്നെയാണ് നമുക്ക് പോഷകങ്ങൾ കിട്ടേണ്ടത്. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. സ്വാദിന് വേണ്ടി മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശരീരത്തിന് ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്, വെറും സ്വാദിന്റെ പുറകെ പോകുക. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ടേസ്റ്റ് എൻഹാൻസർ ഇട്ടിട്ട് അതിന്റെ ടേസ്റ്റിനെ ഉത്തേജിപ്പിച്ച് ഒരു പരുവത്തിലാക്കിയിട്ട് നിറം ചേർത്തിട്ട് ഒരു വലിയ ആകർഷണീയമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിധത്തിലേക്ക് മാറിപ്പോയി. ആരോഗ്യം നോക്കാതെ സൗന്ദര്യം അതുപോലെ ടേസ്റ്റ് നോക്കി മാത്രം പാചകം ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും അനാരോഗ്യത്തിന് ഒരു വലിയ വഴിയുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം, ഭക്ഷണം തന്നെയാണ് നമ്മളുടെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് മാത്രമാണ് ജനിച്ചാൽ മരിക്കുന്നവരെ ഒരു വ്യക്തിയും ഭക്ഷണം കഴിക്കാൻ മറന്നു പോകാത്തത്. ഇന്നേ തീയതി വരെ ആരും ഭക്ഷണം കഴിക്കാൻ മറന്നതായിട്ട് കേട്ടിട്ടില്ല പറയുന്നത്, എനിക്കൊട്ട് കേൾക്കാൻ പോകുന്നുമില്ല. കാരണം ഫുഡ് ഈസ് ആർ ട്രൂ ലവ്. അത് നല്ല തന്നെയാണ്. പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കഴിക്കുന്ന ഭക്ഷണം എനിക്ക് ആരോഗ്യം തരുന്നുണ്ടോ അല്ലെ തരുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചു വേണം അത് ചെയ്യാൻ. നമ്മൾ ഓൺലൈനിൽ കൂടെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നു. അവിടെ എന്താ പാചകം ചെയ്യുന്നത്? ഏറ്റവും ഇഷ്ടം നമുക്ക് എന്താണോ അതല്ലേ ഓൺലൈനിൽ പോയിട്ട് പാചകം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഓൺലൈനിൽ പോയിട്ട് എനിക്ക് ഏറ്റവും അധികം ആരോഗ്യം തരുന്ന ഏതാണെന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്ന എത്ര പേരുണ്ടോ നമ്മുടെ സമൂഹത്തിൽ? വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ ഉണ്ട്. പക്ഷെ അവർ ഇതുവരെ വെളിയിൽ കഴിച്ച സാധനങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്താൽ ഓൺലൈനിൽ ചെയ്യുന്നു. അങ്ങനെ റെസ്റ്റോറന്റിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ കിച്ചണിലേക്ക് കയറി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊക്കെ ഉള്ളത് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഈ കാണിച്ച ചിത്രങ്ങൾ മുഴുവനും അങ്ങനത്തെ ഒരു ഭക്ഷണങ്ങളാണ്. ഇതിപ്പം ബേക്കറിയിലോ അല്ലെങ്കിൽ ഹോട്ടൽ മുറികളിലോ മാത്രമുള്ളതല്ല, ഇപ്പോൾ എല്ലാം കയറി നമ്മളുടെ അടുക്കളയിലേക്കും കയറി വന്നു എന്നുള്ളതാണ്. പല വിദഗ്ധന്മാർ ഇപ്പോൾ ഇത് പാചകം ചെയ്ത് ഒരു പരുവത്തിലായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്നാൽ ഈ സംഭവങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാവിധ കുറവുകളും നികത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ നമുക്ക് ആരോഗ്യം ലഭിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ, അഥവാ നിങ്ങൾ പറയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ, പിന്നെ ഈ പ്രിമച്വർ ഏജിങ് വളരെയധികം കാണപ്പെടുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്ക്. പ്രായം കുറവായിരിക്കും, പക്ഷെ പ്രായാധിക്യം തോന്നിക്കുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നു. ഇമ്മ്യൂണിറ്റി വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നു. നമുക്ക് രോഗപ്രതിരോധ ശേഷി ഇല്ലാതെയായി പോയി എന്നുള്ളതാണ്. അതേപോലെ അമിതവണ്ണം ഏറ്റവും അധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അമിതവണ്ണം. അത് മാത്രമാണ് കുറയാത്തത്, ബാക്കിയെല്ലാം ബാക്കിയെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് മാത്രം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത്, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്, ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? അവര് പോഷകങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമാണ്. അതായത് ഒരു വ്യക്തി ഒരു ദിവസം മിനിമം പോഷകങ്ങൾ കഴിക്കേണ്ട ഒരു അളവ് അവർ പറഞ്ഞിട്ടുണ്ട്. മിനിമം ലെവലാണ്. അത്രയെങ്കിലും കഴിച്ചാൽ മാത്രമേ ആരോഗ്യത്താൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ സത്യം. അതിനെ പറയുന്നതാണ് RD എന്ന് പറയുന്നത്, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. ഒരു ദിവസം വേണ്ട പോഷകങ്ങളുടെ അളവിനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുക, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. അത് മിനിമം ക്വാണ്ടിറ്റിയാണ്. മാക്സിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞതും കൂടിയുണ്ട്. അതിനെ നമ്മൾ വേറൊരു വാചകം കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള സംഭവങ്ങളാണ്. RD എന്ന് പറഞ്ഞത് മിനിമം, അതേപോലെ ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റുന്നത്, ടോളറൻസ് ലെവൽ ഏറ്റവും ഉള്ളത്, അതിന് എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നത് മാക്സിമം ആണ്. അപ്പോൾ ഈ രണ്ടിന്റെ അളവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏകദേശം വേണ്ടത് 60 ഗ്രാമാണ് മിനിമം. ഓക്കെ, അപ്പൊ മാക്സിമം ടോളറൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ 210 ഗ്രാമാണ്. സാധാരണഗതിയിലുള്ള ആൾക്കാരുടെ കാര്യമാണ്. എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ കായിക താരങ്ങളാണെങ്കിൽ അത് 210 അല്ല, പിന്നെ 300, 350 വരെ പോകും. അപ്പൊ അത്രയും കഴിച്ചു കഴിഞ്ഞാൽ, ആ മാക്സിമം ടോളറൻസ് ലെവലിൽ വരെ ഉള്ള കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലെ അസുഖങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല എന്ന് WHO തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ മിനിമം ലെവൽ പോലും കഴിക്കാത്ത ആളോട് പിന്നെ മാക്സിമത്തിനെ പറ്റിയിട്ട് എന്താ പറയുക? അപ്പോൾ
ആ ലെവൽ വരെ നമ്മൾ എത്തണം. അതായത് RDA മുതൽ UTL വരെ. ഓക്കെ, RDA എന്ന് പറഞ്ഞാൽ റെക്കമെൻഡഡ് എലിമെന്റ്സ്, UTL അപ്പർ ടോളറബിൾ ലിമിറ്റ്സ്. റൈറ്റ്. അപ്പൊ ഈ RDA എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം കഴിച്ചിട്ടോ 2 ദിവസം കഴിച്ചിട്ടോ 1 മാസം കഴിച്ചുകൊണ്ടൊന്നല്ല ആവുന്നത്. ഇത് എല്ലാ ദിവസവും കഴിക്കണം. ഇറ്റ്സ് എ ഡെയിലി ടാർഗറ്റ്. അപ്പൊ ഡെയിലി നമ്മൾ ഈ പറയുന്ന പോഷകങ്ങളുടെ അളവ് കഴിക്കണം. അത് ഞാൻ എത്രയാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം, എഴുതിയെടുക്കാം. സോ വാട്ട് ഇസ് ദ റൈറ്റ് ഫോർമുല ഓഫ് ന്യൂട്രീഷൻ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ ഈ 8 പോഷക തത്വങ്ങൾ ശരിയായ അളവിൽ ലഭിക്കണം. ഏതൊക്കെയാണ് 8 പോഷക തത്വങ്ങൾ? വെള്ളം, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ഫൈബർ ആൻഡ് omega-3. ഒമേഗ അല്ല, omega-3, കാരണം omega-3 ഉണ്ട് നമുക്കറിയാം. അപ്പൊ omega-3. അപ്പൊ ഈ 8 പോഷക തത്വങ്ങൾ ശരിയായ അളവിൽ നമ്മളുടെ ശരീരത്തിൽ ലഭിക്കണം കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ആ ഭക്ഷണത്തിൽ ഈ 8 പോഷക തത്വങ്ങൾ ശരിയായ അളവിൽ ഉണ്ടായിരിക്കണം എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ വെള്ളം എത്ര വേണം? വെള്ളം സാധാരണ ഒരു 3.5 മുതൽ 4 ലിറ്റർ എങ്കിലും ഡെയിലി കുടിക്കണം. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിച്ച് ഉടനെ കുടിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ. പിന്നെ രാത്രി ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പേ ഈ വെള്ളം കൂടി നിർത്തണം. പിന്നെയും കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ പാടില്ല. പിന്നെ രാത്രി നിങ്ങൾക്ക് ഉറക്കേണ്ടാവില്ല. ഓക്കെ. പിന്നെ ഫാറ്റ് എന്ന് പറഞ്ഞാൽ കാണാത്ത ഫാറ്റുകൾ നമ്മൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടാണല്ലോ ശരീരത്തിന്റെ അവസ്ഥ ഇങ്ങനത്തെ ഒരു ഭയാനകമായി കിടക്കുന്നത്. അതുകൊണ്ട് കാണുന്ന ഫാറ്റ്, എണ്ണ, വെണ്ണ, നെയ്യ്, അത് 25 ഗ്രാമെങ്കിലും കഴിക്കണം. അത് നമ്മൾ കഴിക്കാറില്ല. അഥവാ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അനാരോഗ്യമായിട്ടുള്ള എണ്ണയിൽ വറുത്തിരിക്കുന്ന പൊരിച്ചിരിക്കുന്ന സംഭവങ്ങൾ കഴിക്കും. അപ്പൊ ഈ അനാരോഗ്യപരമായിട്ടുള്ള എണ്ണ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ നല്ല എണ്ണ കഴിക്കുക, നല്ല വെണ്ണ കഴിക്കുക, നല്ല നെയ്യ് കഴിക്കുക. അത് 25 ഗ്രാം എന്തായാലും എല്ലാ ദിവസവും കഴിക്കണം. ഒന്ന്. പിന്നെ ഇൻവിസിബിൾ ഫാറ്റ് ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. അത് മാക്സിമം കട്ട് ചെയ്യണം, മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ. എത്രയാണോ കാർബോഹൈഡ്രേറ്റ് വേണ്ടത് അത്രയും കഴിക്കാൻ പാടുള്ളൂ. എത്രയാണോ നമ്മൾ ബാക്കി ശരീരങ്ങളിലേക്ക് ഈ ശരീരത്തിന് ദോഷങ്ങൾ ചെയ്യുന്ന സാധനങ്ങൾ, അമിതമായി വറുത്തത്, അമിതമായി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഓക്കെ. പിന്നെയുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഏകദേശം ഒരു 280 ഗ്രാം മാത്രമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഒരു 5 ഇഡ്ഡലിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ കോട്ട കംപ്ലീറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷമാണ് നമ്മൾ കൂടുതൽ കഴിക്കുക. ഒരു 10 മണിക്കുള്ള ചായയുടെ കൂടെ ഒരു കടി കഴിക്കും, അതും കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, അതും കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. വൈകിട്ട് 4 മണിക്ക് വീണ്ടും ഒരു കടിയും ചായ ഉണ്ടാവും, അതും കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ ഒരു വൈകിട്ട് ഒരു 7 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ വീണ്ടും ഒരു ചായ, അത് വീണ്ടും ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ഭാഗമായി അതിനകത്ത് ഇങ്ങനെ വരും. എന്തിനും രാത്രി ഒരു നല്ല മിഷ്ടാന്നമായിട്ടൊരു അരി ഭക്ഷണം കൂടി ഞാൻ കഴിക്കുമ്പോഴേക്ക് 250 മാറി 2800 മുകളിൽ കയറും. അപ്പൊ അത്രയും എക്സ്ട്രാ പോയിരിക്കുന്ന ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് 250 ഗ്രാമിൽ ഒതുക്കണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞിരിക്കുന്ന 3 എണ്ണവും നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനേക്കാളും എത്രയോ കുറവാണ്. വെള്ളം ആവശ്യത്തിന്റെ അത്ര ഇല്ല, കൊഴുപ്പ് ആവശ്യത്തിന്റെ അത്ര, നല്ല കൊഴുപ്പ് ആവശ്യത്തിന്റെ അത്ര ഇല്ല, അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം ആവശ്യത്തിനേക്കാൾ എത്രയോ കൂടുതലാണ്. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് വാട്ടർ. വെള്ളം മാത്രം കുറവാണ്, ബാക്കി എല്ലാം കൂടുതലാണ്. ഇനി പറയാനുള്ളത് ഒന്നുമില്ലാതെ പ്രോട്ടീൻ ഒരു വ്യക്തിക്ക് 60 ഗ്രാമെങ്കിലും വേണം. ഇന്ത്യൻ കണ്ടീഷനിൽ 60 ഗ്രാം ഡെയിലി കഴിക്കണം. പക്ഷെ 60 ഗ്രാം കഴിക്കുന്ന എത്ര ആൾക്ക് നെഞ്ചിൽ കൈവച്ചിട്ട് ഇപ്പോൾ പറയാൻ പറ്റും, സാർ ഞാൻ 60 ഗ്രാം കഴിക്കുന്ന ആളെന്ന്? വളരെ വിരളമായിരിക്കും. ഈ പ്രോഗ്രാം കാണുന്നതിൽ തന്നെ പകുതി ആൾക്കാർ പറയും അത് നോക്കണ്ട കേട്ടോ, ഈ ചോദ്യം ഞാൻ കേട്ടിട്ടേ ഇല്ല, എന്നാലല്ലേ ഉത്തരം പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പ്രോട്ടീൻ കഴിക്കുന്നില്ല. അപ്പോൾ പ്രോട്ടീൻ കഴിച്ചിട്ട് അതിനെപ്പറ്റി ഞാൻ പറയും. നമ്മൾ PVMF-നെ പറ്റിയാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ മുമ്പേ നമുക്ക് എന്തായാലും എന്താണ് ഈ പോഷകം, കാരണം നമ്മൾ പോഷകത്തിനെ പറ്റിയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ആ പോഷകങ്ങൾ ഗുണം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതെന്താണെന്നെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കണം. ചെറിയ രത്ന ചുരുക്കം, അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൈറ്റമിൻസ്, 13 വൈറ്റമിൻസ് ഒരു വ്യക്തി എല്ലാ ദിവസവും കഴിക്കണം. 13 വൈറ്റമിൻസ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, 13 വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ എന്ത് ശ്രമിച്ചാലും കിട്ടാനുള്ള സാധ്യത കുറവല്ലേ? അതുപോലെ 13 മിനറൽസ്. ഓക്കെ. പിന്നെ ഫൈബർ ഏകദേശം 35 ഗ്രാം ഡെയിലി കഴിക്കണം. ഇത് മിക്കവാറും ചാൻസസ് വളരെ പ്രോട്ടീനേക്കാളും കഷ്ടമാണ് ഇതിന്റെ കാര്യം. 5 ഗ്രാം കിട്ടുന്നുണ്ടെങ്കിൽ മഹാഭാഗ്യം. കാരണം ഇപ്പോൾ നാരുസത്തുകളൊക്കെ കഴിക്കുന്നതൊക്കെ നമ്മൾ തീരെ ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ്. ഓക്കെ. പിന്നെയുള്ള omega-3, ഇതിനെപ്പറ്റി ആർക്കും ഇപ്പോഴൊക്കെ മനസ്സിലായതേ ഉള്ളൂ. പക്ഷെ ഈ RCM ന്യൂട്രിചാർജിന്റെ വെളിയിലുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി എന്താ ധാരണ? omega-3 എന്താന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുപോലും. പിന്നെ വിദേശത്തൊക്കെ ജീവിക്കുന്നവർക്ക് കുറച്ചെങ്കിലും അറിവുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ഇത് പല ആൾക്കാർ ഇതിന്റെ അകത്ത് നമ്മൾ ഈ RCM ന്യൂട്രിചാർജിലൊക്കെ വന്നതിന് ശേഷമാണല്ലോ ഈ ഒമേഗാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഓക്കെ. സോ നമ്മൾ നമ്മളുടെ ഈ വിശപ്പ് വരുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കും. അതിൽ നിറച്ചും ഫാറ്റും കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉണ്ടാവൂ. ബാക്കിയുള്ള 6 എണ്ണവും ആവശ്യത്തിന്റെ അത്ര ഉണ്ടാവില്ല. അത് ആ ഒരു മിസ്മാച്ച് ആണ് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ശരീരത്തിൽ എല്ലാവിധ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ആവാതെ പോകുന്നത്. റൈറ്റ്. അതുപോലെ വെള്ളം കുടിക്കത്തില്ല, ബാക്കി എല്ലാം കുടിക്കുന്നു. പ്യുവർ വാട്ടർ കുടിക്കാതെ നമ്മൾ ബാക്കി എല്ലാവിധ ദ്രാവങ്ങളും നമ്മൾ കുടിക്കും. അപ്പോൾ അതൊന്നും ദാഹിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അധികം.
അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് സെർവിങ് ദ പർപ്പസ്. അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ ഫുഡിൽ എന്തായിരുന്നു വേണ്ടത്? നമ്മളെ ഫുഡിൽ വേണ്ടത് പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, ഫൈബർ, വാട്ടർ. അതെല്ലപ്പം കുറവായിരിക്കും. എന്നാൽ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് അതെല്ലപ്പം കൂടുതലുമായിരിക്കും. ഇതാണ് ഏറ്റവും വലിയ മിസ്മാച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ PVMFO ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് വിശക്കുമ്പോൾ ഒരിക്കലും PVMFOന്റെ വിശപ്പ് വരാറില്ല. നമുക്ക് ദാഹിക്കുമ്പോൾ ഒരിക്കലും PVMFOയുടെ ദാഹം വരാറില്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും നമുക്ക് PVMFO, അതാണ് ആരോഗ്യത്തിന്റെ അടിത്തറ, ബേസ്. ഇതെന്തായാലും കഴിക്കണം. ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ ഇതിന്റെ കുറവ് കൊണ്ട് ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ, ശരീരത്തിൽ വന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി കഴിക്കുന്നതാണ്. ഇപ്പൊ എല്ലിന് വളരെ തേയ്മാനം വന്നു വിചാരിക്കുക. അപ്പൊ നമ്മൾ ന്യൂട്രിചാർജ് ബീജ കഴിക്കാൻ പറയും. അപ്പൊ ന്യൂട്രിചാർജ് ബീജ കഴിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി PVMFO കഴിക്കാതെ ന്യൂട്രിചാർജ് ബീജ എങ്ങനെ കഴിക്കും? അടിത്തറ ഇല്ലാതെ എങ്ങനെ വീടുണ്ടാക്കാൻ പറ്റുന്നത്? അപ്പോൾ അടിത്തറ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും PVMFO കഴിക്കണം. ഇപ്പൊ ന്യൂട്രിചാർജ് ഗ്ലൈസം കഴിക്കുന്നുണ്ട്, അതിന് PVMFO കഴിക്കണം. ന്യൂട്രിചാർജ് ഗെയിനർ കഴിക്കുന്നുണ്ട്, അതിന് ന്യൂട്രിചാർജ് PVMFO കഴിക്കണം. അങ്ങനെ പലതും കഴിക്കാൻ ഉണ്ടെങ്കിൽ വാട്ട് എവർ പ്രോഡക്റ്റ് അപ്പാർട്ട് ഫ്രോം ന്യൂട്രിചാർജ് PVMFO, അതായത് പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് വെജ് ഒമേഗ ആൻഡ് ന്യൂട്രിചാർജ് വുമൺ ആൻഡ് മാൻ, ഇതിന്റെ പുറമെ ബാക്കി എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും ഇതെന്തായാലും കഴിക്കണം. ഇനി അതൊന്നും കഴിക്കുന്നില്ലെങ്കിലും ഇതെന്തായാലും കഴിക്കണം. കൃത്യം മനസ്സിലായോ? അപ്പൊ P എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, V എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ, M എന്ന് പറഞ്ഞാൽ മിനറൽ, F എന്ന് പറഞ്ഞാൽ ഫൈബർ, O എന്ന് പറഞ്ഞാൽ ഒമേഗ. അപ്പൊ ഈ PVMFO ഇവിടെ കിട്ടും. അപ്പൊ കടയിൽ ചെന്നിട്ട് ഇപ്പൊ നമ്മൾ ന്യൂട്രിചാർജ് PVMFO എടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ PVMFO എന്ന് എഴുതിയ ഒരു പ്രൊഡക്റ്റ് ഒന്നുമില്ല. അപ്പൊ എന്തും എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിൽ പ്രോട്ടീൻ ആൻഡ് ഫൈബർ, അതാണ് ന്യൂട്രിചാർജിന്റെ പ്രോട്ടീൻ പൗഡറുകൾ. ഓക്കെ, അതിലാണ് ഉണ്ടാവുക പ്രോട്ടീനും ഫൈബറും. ദെൻ വൈറ്റമിൻ ആൻഡ് മിനറൽ, അത് ന്യൂട്രിചാർജ് മാനിലും ന്യൂട്രിചാർജ് വുമണിലും ഉണ്ടാവുക. പിന്നെ omega 3, അത് ന്യൂട്രിചാർജ് വെജ് ഒമേഗയിലാണ് ഉണ്ടാവുക. അപ്പൊ എന്താ വേണ്ടത്? ന്യൂട്രിചാർജ് പ്രോഡക്റ്റും ന്യൂട്രിചാർജ് മെൻ ഓർ വുമൻ ഓർ ന്യൂട്രിചാർജ് വെജ് ഒമേഗ, ഇതാണ് കഴിക്കേണ്ടത്. അതാണ് ന്യൂട്രിചാർജ് PVMFO. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവും. കാരണം ആരോഗ്യത്തിന്റെ ബേസ്, അടിത്തറ എന്ന് പറയുന്നതാണിത്. ഇത് കഴിക്കാതെ ഏതെങ്കിലും ഒരു ദിവസം തുടങ്ങുന്നുണ്ടെങ്കിൽ പിന്നീട് ആരോഗ്യത്തിനെ പറ്റി ചിന്തിച്ചിട്ട് വല്ല കാര്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ നോൺ കൺസംഷൻ ഓഫ് PVMFO ഇൻ റൈറ്റ് ക്വാണ്ടിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. വെറും PVMFO കഴിക്കുന്നുണ്ട് സർ, കാര്യമില്ല. ശരിയായ അളവിൽ എല്ലാ ദിവസവും, അതിനെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എന്താണത്? നോൺ കൺസംഷൻ ഓഫ് PVMFO ഇൻ റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് എവറി ഡേ ഈസ് ലീവിംഗ് ഇൻഡെലിബിൾ ഇംപ്രിന്റ്സ് ഓൺ അസ്. നമ്മുടെ ശരീരത്തിൽ കാണുന്ന പലതരത്തിൽ വൈകൃതങ്ങളൊക്കെ, അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം PVMFO ശരിയായ അളവിൽ എല്ലാ ദിവസവും കഴിക്കാത്തതിന്റെ കുറവാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അതൊക്കെ എന്താണ്? അൺടൈംലി ഏജിങ്, പ്രായം വളരെ പെട്ടെന്ന് തന്നെ വന്ന് പിടിപെടുക. ഓക്കെ, 30 വയസ്സുള്ള ആള് 40 വയസ്സായിട്ട് തോന്നുക എന്നുള്ളത്. കമ്പൽഷൻ ഓഫ് ടേക്കിംഗ് മെഡിസിൻസ്, ഇഷ്ടംപോലെ മരുന്ന് കഴിക്കുന്നു, അതിനൊന്നും യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് കേട്ടോ. ഒരു മടിയുമില്ല. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം ഉദയപൂരിൽ ഞാൻ ഒരാളെ കൗൺസിലിംഗ് ചെയ്യുന്ന നേരത്ത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എന്തൊക്കെ മരുന്ന് കഴിക്കുന്നത്. അദ്ദേഹം മരുന്നിന്റെ ലിസ്റ്റ് പോക്കറ്റ് നിർത്തി കാണിച്ചത്. ഞാൻ വിചാരിച്ചു ചെയ്തോ മരുന്നിന്റെ ഷോപ്പിൽ ഓർഡർ കൊടുക്കാൻ പോകുന്നതാണ്. അത്രയും കഴിക്കുന്നുണ്ട്. ഞാൻ എല്ലാ മാസം ഇത്രയും കഴിച്ചിട്ട് നീ നിങ്ങൾ എങ്ങനെയാ ഇത്രയും കാലം നടന്നിട്ട് ഇവിടെ മുമ്പിൽ എത്തിയത്? അവസാനം പിന്നെ അയാളെ ഒരു പരുവത്തിലാക്കി, നമ്മളെ പ്രൊഡക്റ്റ് ഒക്കെ റെഡിയാക്കി, ഏതൊക്കെ പ്രൊഡക്റ്റ് ആയിരുന്നു കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. അപ്പൊ കമ്പൽസൺ ഓഫ് മെഡിസിൻസ് കഴിക്കുന്നത് ബിക്കോസ് യുവർ ബോഡി ഈസ് നോട്ട് ഹെൽത്തി. അപ്പൊ ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തി മരുന്ന് കഴിച്ചാൽ ആരോഗ്യം കിട്ടുമെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു തോന്നൽ മാത്രമല്ലേ ഉള്ളൂ. അതിലെന്താണ് ഒരു വിശ്വാസം? എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നീടുള്ള റിപ്പീറ്റഡ് വിസിറ്റ് ടു ഡോക്ടേഴ്സ്, അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. എന്നാലല്ലേ ഗുളികകളുടെ എണ്ണം കൂടാൻ സാധ്യതയുള്ളൂ. ആദ്യം 2 തുടങ്ങും, പിന്നെ 3 ആവും, 4 ആവും, 5 ആവും, 10 ആവും, 25 ആവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പോകും. ഈ പോകുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. കഴിക്കുന്ന ഗുളിക കൊണ്ട് എന്തിനാണോ പോയിരിക്കുന്നത് അതുകൊണ്ട് ഒരു പക്ഷേ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും മറുവശത്തുനിന്ന് മറ്റുള്ളൊരു അസുഖം തല പൊക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഒബേസിറ്റി. ഓ ഈശ്വര, ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞാൻ പെട്ടെന്ന് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, ഇതൊക്കെ ഓരോ വ്യക്തികളും സ്വമേധയാ മനസ്സിലാക്കുക, ഇതിൽ നിന്ന് പിന്മാറുക, അത്രേ പറയാനുള്ളൂ. ഇതെത്ര മുന്നോട്ട് വരുന്നോ നിങ്ങൾ അത്രയും ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകും. ഇതെത്ര മുന്നോട്ട് വരുന്നോ അത്രയും നിങ്ങൾക്ക് അസുഖം വന്നുകൊണ്ടിരിക്കും. പിന്നെ ഹാർട്ട് എയിൽമെന്റ്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ പിന്നെ ഹൃദ്രോഗങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ ഹൃദ്രോഗം വന്ന്, പ്രമേഹം വന്നു, പ്രഷർ വന്നു, പിന്നെ സമ്മർദ്ദങ്ങൾ വരാം. സമ്മർദ്ദം ഇല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോഴും. അപ്പൊ അതിന്റെ കൂടെ കുറച്ചും കൂടി സമ്മർദ്ദം കൂടും. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും മനുഷ്യൻ ഒന്നുമല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിപ്പെടും. അങ്ങനെ പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുമ്പോൾ പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നു. അങ്ങനെ എല്ലാം പോയി തുടങ്ങുന്നു. പിന്നെ പ്രായം ചെറുങ്ങനെ കൂടുമ്പോഴേക്കും നമുക്ക് ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ പോഷകങ്ങൾ വലിച്ചെടുക്കുക, ദഹിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള. ഡൈജഷൻ ബിക്കംസ് വെരി വെരി വീക്ക്. അതുകൊണ്ട് എന്തുണ്ടാവണം? ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ പോഷകങ്ങൾ കഴിച്ചിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ വളരെയധികം ആരോഗ്യപരമായിട്ട് നമ്മൾ കാത്ത് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ദഹനമേ ഉണ്ടാവില്ല. പല ആൾക്കാർക്കും അസുഖം ഉണ്ടാവുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ദഹന പ്രക്രിയ വളരെ മോശമായതുകൊണ്ട്. അതിന്റെ കാരണം എന്താ? അനാരോഗ്യപരമായിട്ടുള്ളത്, ആരോഗ്യവും ശരീരത്തിന് ഒരു തരം ഗുണം ചെയ്യാത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട്.
അതുകൊണ്ട് എന്തുണ്ടാവുന്നു, നമ്മളെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ അടഞ്ഞു പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് ശരിയായിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് അങ്ങനെ പലതും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു വേറെ കാര്യം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ ചാലഞ്ചസ് ആണ്, രണ്ട് വലിയ ചാലഞ്ചസ്. ഒന്ന്, 8 പോഷക തത്വങ്ങൾ ശരിയായ അളവിൽ എല്ലാ ദിവസവും കഴിക്കുക എന്നുള്ളത്. പല ആൾക്കാരും എല്ലാം ചെയ്യും, ഇത് മാത്രം കഴിക്കാൻ മറന്നു. അയ്യോ സാറേ ഇന്നലെ മറന്നുപോയി കേട്ടോ, രാവിലെ എടുക്കാൻ വിട്ടുപോയി. ഇതൊക്കെ ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിനെ പറ്റി മാത്രമല്ലേ പറയുമ്പോഴല്ലേ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടോ? ബാക്കി എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വിട്ടുപോകാറുണ്ടോ? പക്ഷെ സപ്ലിമെന്റ്സിന്റെ കാര്യം എത്തുമ്പോൾ ഞാൻ എന്തോ അത് വിട്ടുപോയി, ഞാൻ ഇന്നത് എടുക്കാൻ മറന്നുപോയി. ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഒരു പുതിയൊരു ഇതുണ്ട് സമ്പ്രദായം, സാർ 3 മാസം എടുത്തു, ഇപ്പം തൽക്കാലം ഞാനിപ്പോ ഒരു റെസ്റ്റിംഗ് ഫേസിലാണ്. എന്താണ് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്യാത്തത്? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്തെങ്കിൽ കുറച്ചും കൂടി ആരോഗ്യം വന്നേനെ. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക, കഴിക്കുന്ന എണ്ണം തോത് കൂടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ആരോഗ്യം പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണമൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ ചില ആരോഗ്യം വന്നേനെ, പക്ഷെ അതൊന്നും ചെയ്യാറില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ശരിയായി കഴിക്കുന്ന പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് പോവുക എന്നുള്ളത് വളരെ രണ്ടാമത്തെ ഏറ്റവും വലിയ ചാലഞ്ചാണ്. കാരണം ദഹനമില്ല, ഡൈജഷൻ ഈസ് ആബ്സല്യൂട്ട്ലി പുവർ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളോട് ചോദിച്ചു എത്ര പേർക്ക് ഡൈജഷൻ പ്രോപ്പറാണ്? യു ടെൽ ടു യുവർ സെൽഫ്, അല്ലാതെ ആരോടും പറയാൻ നിൽക്കണ്ട. അത് തന്നെയാണ് ഏറ്റവും വലിയ അനാരോഗ്യത്തിന്റെ ലക്ഷണം, നിങ്ങൾക്ക് രോഗം വരാനുള്ള കാരണം. സോ നമുക്ക് ഈ രോഗത്തിൽ നിന്നും അതേപോലെ ഈ പ്രശ്നങ്ങളിൽ നിന്നും ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ PVMF ഉപയോഗിക്കണം. അതിൽ ആണ് ഞാൻ ആദ്യത്തെ P&F ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. പലതരം പ്രോഡക്റ്റുകൾ ഉണ്ട്, അതൊക്കെ വ്യത്യസ്തമാണ്. എന്താണെന്നൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കുക, കേൾക്കുക, എഴുതുക. ഓക്കെ. അപ്പൊ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, ഇത് പ്ലാന്റ് പ്രോട്ടീൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. സോയാബീൻ കുരുക്കളിൽ നിന്ന് പ്രോട്ടീനിന്റെ അംശം മാത്രം വലിച്ചെടുത്തിട്ട് ഐസൊലേറ്റഡ് ആക്കി ഉണ്ടാക്കിയതാണ്. അതാണ് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ. അതിൻ്റെ അകത്ത് പിന്നെ കൊക്കോ പൗഡർ, ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഫൈബർ ചേർത്തിരിക്കുന്നത് സാധാരണ ഫൈബർ അല്ല, പ്രീബയോട്ടിക് ഫൈബറാണ്. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ആമാശയത്തിന്റെ താഴോട്ട് ചെല്ലുമ്പോൾ ഒരു നീണ്ട 7 മീറ്റർ നീളമുള്ള ചെറുകുടലുണ്ട്. അവിടെയാണ് ദഹനം ഏറ്റവും അധികം നടക്കുക. ആ ദഹനം നടക്കുന്ന ആ ഭാഗത്ത് പ്രോബയോട്ടിക് എന്ന് പറയുന്ന നല്ല ബാക്ടീരിയസ് ഉണ്ട്. അതാണ് നമ്മുടെ ഡൈജഷൻ നന്നാക്കുന്നത്. അപ്പൊ അതിനുള്ള ഭക്ഷണമാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രീബയോട്ടിക്കുമാണ്, അതിന്റെ കൂടെ ഇത് ഫൈബറുമാണ്. അപ്പൊ ഫൈബർ ആകുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഈ ഷുഗർ, അനാവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ, അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് ഒന്നും ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് പോകാൻ ഇത് സമ്മതിക്കത്തില്ല. കാരണം ഒരു ഫൈബർ ജെൽ ഉണ്ടാക്കും, ഒരു കുട പോലെ വിരിച്ചു വെക്കും. അതുകൊണ്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിന് അബ്സോർപ്ഷൻ നടക്കുമ്പോൾ അത് വളരെ ചുരുങ്ങിയതായിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രമേ അബ്സോർബ് ചെയ്യത്തുള്ളൂ. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് പുഷ് ചെയ്ത് വെളിയിലോട്ടങ്ങ് കളയും. അതുകൊണ്ട് എന്താ വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല, നല്ല മോഷൻ ഉണ്ടാവും, നല്ല ദഹനം ഉണ്ടാവും. പ്രോട്ടീൻ കഴിച്ചു തുടങ്ങിയാൽ ഇങ്ങനത്തെ ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ. അപ്പൊ ഇതാണ്. അപ്പൊ എന്താണ് ഇതിൻ്റെ അകത്തുള്ളത്? പ്ലാന്റ് പ്രോട്ടീൻ, കൊക്കോ പൗഡർ ആൻഡ് പ്രീബയോട്ടിക് ഫൈബർ. ഇതാണ് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്. ഇത് ഇങ്ങനത്തെ ഡോ പാക്കിൽ വരുന്നു. ആ ഡോ പാക്കിന്റെ അകത്ത് 15 താഴെ കാണിച്ച പോലത്തെ ചെറിയ സെഷേഴ്സ് ഉണ്ട്, സെഷസ് റൈറ്റ്. ആ സെഷ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഗ്ലാസ്സിൽ പൊടി മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ 20 ഗ്രാം പൊടിയായിരിക്കും. ആ 20 ഗ്രാം പൊടിയിൽ 15 ഗ്രാമും പ്രോട്ടീനാണ് സുഹൃത്ത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് നിങ്ങൾ ഏറ്റവും അധികം പ്രോട്ടീൻ നൽകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റും ഇതിന്റെ ശേഷം വരുന്ന ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റും. അപ്പൊ നിങ്ങൾ ഇത് മുടങ്ങാതെ കഴിക്കുക എന്നുള്ളതാണ്. ഇത് ഈ പ്രോഡക്റ്റ് കഴിക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സ് ഒക്കെയാണ് നമുക്ക് നോക്കിയേക്കാം. അതിന് മുമ്പേ അതിന്റെ ഡെഫിഷ്യൻസി എന്താ ഉണ്ടാകുക? കാരണം ഈ എല്ലാം നമ്മൾ പറയുന്ന, അയ്യോ ഇന്ന് ഞാൻ വളരെ ബിസി ആയിരുന്നു സർ, അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അല്ല രാവിലെ ഞാൻ നേരത്തെ പോകേണ്ടതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പെട്ടെന്ന് ട്രെയിൻ പിടിക്കാനുണ്ടായി, ഞാൻ അങ്ങനെ പോയി. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയി, ഉച്ചക്കത്തെ ലഞ്ചും പോയി. പിന്നെ രാത്രിയത്തെ ഡിന്നർ കഴിക്കുന്നതിന്റെ മുമ്പ് ഞാൻ വിശന്നുകൊണ്ട് ഞാൻ 4 മണിക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചു, അപ്പോൾ ഡിന്നറും പോയി കിട്ടി. അപ്പൊ ചുരുക്കത്തിൽ ലഞ്ചും കഴിച്ചിട്ടില്ല, ഡിന്നറും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല, എന്തൊക്കെയോ എവിടേക്കോ കഴിച്ചു. അപ്പൊ ഇതൊക്കെ റോങ് ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുക. ശരിയായ ഭക്ഷണ രീതിയല്ല, തെറ്റായ ഭക്ഷണ രീതിയാണ്. കാരണം നമ്മളുടെ ശരീരം ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ അവയവത്തിനൊക്കെ ഒരു സമയമുണ്ട്. നമുക്ക് സമയമില്ലെങ്കിലും ആ പാവത്തിനൊരു സമയമുണ്ട്. അപ്പൊ ആ സമയത്തിന് പാലിക്കാൻ പോയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുത്താലും അത് നടക്കത്തില്ല. അതാണ്. അതുകൊണ്ട് എന്തുണ്ടായി, കംപ്ലീറ്റ് ശരീരം ഇംബാലൻസ്ഡ് ആണ്. ഓക്കെ. അങ്ങനെ ഇംബാലൻസ്ഡ് ആകുമ്പോൾ, അതിന്റെ കൂടെ സമ്മർദ്ദം കൂടുമ്പോൾ, അതിന്റെ കൂടെ എക്സസൈസ് ഇല്ലായ്മയാകുമ്പോൾ, ഇതെല്ലാം ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ബാധകമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതേപോലെ വല്ലാതെ സമ്മർദ്ദത്തിൽ കൂടെ പോകുക, മൂന്നാമത്തത് എക്സസൈസ് ഇല്ലായ്മ. ഇത് ബഹുഭൂരിപക്ഷം ആൾക്കാർ നിങ്ങൾ പരിചയപ്പെട്ടതോ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോ അല്ലെ നമ്മൾ ഈ ഇരുന്നിടത്തിൽ തന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കണം.
ഈ 3 ഉള്ള ആൾക്ക്. അപ്പൊ ഇങ്ങനെ 3 ഉണ്ടാകുമ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇറിറ്റേബിലിറ്റി ആയിരിക്കും, പെട്ടെന്ന് ചൂടാവും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴേക്കും പെട്ടെന്ന് ആൾ ചൂടാവും. ആരോടാ പറഞ്ഞെന്നൊക്കെ അതങ്ങനത്തെ ഒരു വർഷം. ശരിയായിട്ട് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഇറിറ്റബിലിറ്റി പെട്ടെന്ന് ചൂടാവുന്ന അവസ്ഥയ്ക്ക് ഒന്ന് മാറും കേട്ടോ. ഒരു മനസ്സിലൊരു സ്നേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രോട്ടീൻ കൃത്യമായിട്ട് കഴിച്ചാൽ. രണ്ടാമത്തെ പ്രിമച്യൂർ ഏജിങ്, പ്രായം വളരെ പെട്ടെന്ന് തന്നെ കൂടിയങ്ങ് പോകും. 30 വയസ്സായിരിക്കും 40 വയസ്സ്. അപ്പൊ 10 ആൾ പറയും എന്താടോ നല്ല പ്രായം മതിച്ചല്ലോ. പിന്നെ അതിന്റെ ഇറിറ്റേഷൻ വേറെ ആയിരിക്കും. അതൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ തള്ളുക. അതൊരു വേറെ കാര്യം. പിന്നെ ഒരു റെഡ്യൂസ്ഡ് സ്റ്റാമിന, നമുക്ക് തീരെ യാതൊരു തരത്തിലുള്ള സ്റ്റാമിന ഉണ്ടാവില്ല, ഒന്നും ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവില്ല. നമ്മൾ രാത്രി കിടക്കുമ്പോൾ വിചാരിക്കും നാളെ രാവിലെ ഞാൻ പോയിട്ട് ഇങ്ങനെ ചെയ്യും, അവിടെ പോകും ഇവിടെ പോകും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. പക്ഷേ രാവിലെ ആയി കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് എണീറ്റാലല്ലേ അവിടെ പോവാ ഇവിടെ പോവാ അതൊക്കെ നടക്കത്തുള്ളൂ. അത് നടക്കത്തില്ല, എല്ലാം പോയി കിട്ടി. പിന്നെ ടയർഡ്നെസ്, ഇനി തയ്യാറായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെയും ടയർഡ്നെസ്. പിന്നെ വീക്ക്നെസ് ആൻഡ് ഫറ്റീഗ്. ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ക്ഷീണം. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ അവസാനം ആ വ്യക്തി വൈകിട്ട് വീട്ടിൽ പോകുന്നത് ആ ചിത്രത്തിൽ കാണിച്ചൊരു പരുവത്തിലായിരിക്കും. നേരെ നടക്കാൻ മേല, നേരെ നിൽക്കാനും മേല, ഒരു പരുവത്തിലായിരിക്കും പോകുക. യു അണ്ടർസ്റ്റാൻഡ്? സോ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഓഫ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ബെനിഫിറ്റ്സ് ഓഫ് പ്രോട്ടീൻ പുരുഷന്മാർക്ക്, ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് പുരുഷന്മാർക്ക് കൂടുതൽ പറയുന്നതിന്റെ കാരണം അതിൻ്റെ അകത്തുള്ള കൊക്കോ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളുകളെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളുകളെ കൂട്ടുകയും ചെയ്യും. അതാണ് അതിന്റെ ഏറ്റവും വലിയ മഹിമ. കൂടുതൽ സമൂഹത്തിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ സ്ത്രീകളെക്കാളും കൂടുതൽ കൊളസ്ട്രോളിന്റെ ഇംബാലൻസ് ആയിട്ട്, നോർമൽ കൊളസ്ട്രോൾ എന്നാലും വേണം, പക്ഷെ അത് നോർമൽ അല്ലാത്ത ആൾക്കാർ പുരുഷന്മാരാണ് കൂടുതൽ ഉണ്ടാകുക. അതുകൊണ്ടാണ് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് പുരുഷന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞത്. ഇനി എങ്ങാനെങ്കിലും ചില സ്ത്രീകൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കും നമ്മൾ കൊടുക്കേണ്ട ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ മെൻ നോക്കേണ്ടതെങ്കിൽ ടു എനിവൺ ആര് കഴിക്കുന്നോ അവർക്ക് എന്താണെന്ന് വെച്ചാൽ മസിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. കാരണം പ്രോട്ടീൻ എന്ന് പറയുന്നത് മസിൽസിന്റെ ഭക്ഷണമാണ്. അപ്പൊ മസിൽസ് പോയി കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിൽ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അറിഞ്ഞോ അറിയാതെയോ അത് മുഴുവനും മസിൽസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് ക്ലോക്ക് വൈസ് വരാം, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാം. പ്രൊമോട്ട്സ് ഹെൽത്തി ഹെയർ ആൻഡ് സ്കിൻ, നല്ല ആരോഗ്യമുള്ള മുടി, നല്ല ആരോഗ്യമുള്ള ചർമ്മം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ഡയറ്ററി ഡെഫിഷ്യൻസി, അതായത് ഭക്ഷണത്തിൽ കൂടെ പോഷകങ്ങളുടെ കുറവ്, പ്രോട്ടീൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ സപ്ലിമെന്റ് കഴിക്കുമ്പോൾ പ്രോട്ടീന്റെ അളവ് മാക്സിമം ആക്കി തരും, അത് നോർമൽ ആക്കി തരും. പിന്നെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടും. കാരണം രോഗപ്രതിരോധ ശേഷി വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഉണ്ടാവണം രക്തത്തിൽ. ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡാണ്, വെളിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇടിച്ചെങ്കിൽ വെളിയിൽ കളയാൻ. ആ പറയുന്ന ആന്റിബോഡീസ് ഉണ്ടാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ഉണ്ടാവണം. പിന്നെ രക്തം തന്നെ വേണമെങ്കിൽ, രക്തത്തിൽ ഹീമോഗ്ലോബിൻ വേണമെങ്കിൽ പ്രോട്ടീൻ വേണമല്ലോ. കാരണം ഹെം പ്ലസ് ഗ്ലോബിൻ, അപ്പൊ ഹെം എന്ന് പറഞ്ഞാൽ അയണും, ഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ വേണം. അപ്പൊ പ്രോട്ടീൻ എന്തായാലും അവിടെ എന്തായാലും വേണം അവിടെ. പിന്നെ ഉള്ളത് സാറ്റിസ്ഫൈസ് ഹങ്കർ, ഹെൽപ്സ് ഓവർ ഈറ്റിംഗ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് ഏകദേശം മാറിയതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാകും. ഓവർ ഈറ്റിംഗ് ഈസ് ഓൾസോ വെരി ഡേഞ്ചറസ്, അത് മനസ്സിലാക്കുക. കാരണം നമുക്ക് ഇത്രയും കഴിക്കാൻ പാടുള്ളൂ എന്നതാണ്. എന്താ കൈയുടെ അളവ്, ഇതാണ് നമ്മളുടെ വട്ടിക്കുള്ള ആമാശയത്തിന്റെ വലുപ്പം. ഇതിന്റെ ഒരു 10% കുറവേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ എത്ര കഴിക്കുന്നത്, ഇത്രയധികം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു ഗുണം ചെയ്യുന്നില്ല, ദോഷമേ ചെയ്യുന്നുള്ളൂ. അതെങ്കിലും മനസ്സിലാക്കണം, ഇത്രയും കാലത്തെ അറിവ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താ, ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസ് ഫിസിക്കൽ സ്ട്രെസ് ആൻഡ് ഇംപ്രൂവ് സ്റ്റാമിന. അപ്പോൾ ശാരീരികമായിട്ടുള്ള തളർച്ച വിളർച്ചയ്ക്ക് ഇല്ലാതെയാക്കുന്നു. അതുപോലെ നമുക്ക് നല്ലോണം സ്റ്റാമിന ഇംപ്രൂവ് ചെയ്യുന്നു, സ്റ്റാമിന കൂട്ടും. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മൾ ഹൃദയത്തിന് വളരെ ആരോഗ്യം നൽകും. കാരണം ഹൃദയത്തിന് ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നത് എന്തുകൊണ്ടാണ്? കാർഡിയക് മസിൽസ്, മനസ്സിലായില്ലേ? അപ്പോൾ ഹൃദയം ഇടിക്കണമെങ്കിലും മസിൽസ് വേണം. അപ്പൊ നിങ്ങളുടെ മുഖത്ത്, നിങ്ങളുടെ ശരീരത്തിലെ ഭാഗങ്ങളിലൊക്കെ മസിൽസ് വീക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിനും ബാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കാണുന്ന ഭാഗം, അത് കാണാത്ത ഭാഗം. അത് മാത്രമല്ല, രക്തത്തിന്റെ ഓട്ടത്തിനെ ബാധിക്കും. അതുപോലെ മൂത്രം ഒഴിക്കുമ്പോൾ, അങ്ങനെ വിസർജനം ചെയ്യുമ്പോഴൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ശ്വാസം എടുക്കാൻ തന്നെ നമുക്ക് പറ്റാത്ത സിറ്റുവേഷൻ. അങ്ങനെയാവുമ്പോൾ 25 ഗ്രാം ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ, അതായത് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് 25 ഗ്രാം വെച്ചിട്ട് ഡെയിലി കഴിച്ചാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ലെവൽ ബ്ലഡിൽ ഉള്ളത് 12% കുറഞ്ഞു തരുന്നുള്ളതാണ്. അപ്പൊ കൊളസ്ട്രോൾ സംബന്ധമായിട്ട് ഉള്ള ഗുളികയും മരുന്നും കഴിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ പോംവഴിയാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതെങ്ങനെയാണുള്ളത്? ഇത് 74% പ്രോട്ടീനാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഒരു ചെറിയ സെഷൻ എടുത്ത് കലക്കുമ്പോൾ ആ 20 ഗ്രാമിൽ 15 ഗ്രാം ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടീനാണ്, ബാക്കി ഫൈബർ, പിന്നെ ട്രേസ് എലിമെന്റ്സ് ആയിട്ടുള്ള സാധനങ്ങൾ, അതിലാണ് കൊക്കോയ്ക്ക് വരിക. അപ്പൊ അതെല്ലാം കൂടി കഴിഞ്ഞാൽ 74% പ്രോട്ടീനുകൾ ശരീരത്തിൽ ഇതിന്റെ ഒറ്റയടിക്ക് വരുന്നുണ്ട്. പിന്നെ പിഡിക്കാസ് വാല്യൂ 1 പിഡിക്കാസ് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ. അതിന്റെ അർത്ഥം പ്രോട്ടീൻ കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ആവുന്നു. ആ പ്രോട്ടീൻ, എന്ത് പ്രോട്ടീൻ എങ്ങനെയാണ് നല്ലതെന്ന് മനസ്സിലാക്കുന്നത്? പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ 9 അമിനോ ആസിഡ് ശരിയായ അളവിൽ ലഭിക്കുന്ന പ്രോട്ടീൻ ആയിരിക്കണം. അതുകൊണ്ടല്ലേ ചില ആൾ പറയുന്നത് പ്രോട്ടീൻ കഴിച്ചാൽ അങ്ങനെ ആയിപ്പോ, പ്രോട്ടീൻ കഴിച്ചാൽ ഇങ്ങനെ ആയിപ്പോ. കാരണം നല്ലതും ചീത്തയും ഈ ലോകത്തെല്ലാം ഉണ്ടല്ലോ.
അപ്പൊ നല്ല പ്രോട്ടീനുകൾ കഴിക്കണം. നല്ല പ്രോട്ടീനുകളാണ് പിടിക്കാസ് ഒന്നുള്ള പ്രോട്ടീൻ. അതിൽ കൂടെ നമുക്ക് 9 അമിനോ ആസിഡ്സ് ശരിയായ അളവിൽ കിട്ടും. അങ്ങനെയുള്ളത് മാത്രമേ നല്ല പ്രോട്ടീൻ എന്ന് പറയാൻ പറ്റൂ. അങ്ങനെയുള്ളതിനെ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ പാൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏറ്റവും നല്ല പാൽ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ എന്നൊക്കെയാണ്. അപ്പൊ നമ്മളെ കേരളത്തിലെ ആൾക്കാരോടല്ലാതെ തേങ്ങാപ്പാൽ പിന്നെ വേറെ ആളൊന്നും പറയാനും പറ്റില്ല. അപ്പൊ തേങ്ങാപ്പാലിൽ കലക്കുക, ഇല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കുക. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ സാറേ ഞാൻ വെള്ളത്തിൽ കലക്കിയുള്ളതാണ്. കാരണം തേങ്ങാപ്പാൽ എടുക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷെ കുറച്ച് ഒന്നും അവിടെ നമ്മൾ ബുദ്ധിമുട്ടിയാൽ അതിനെ കൊണ്ട് കിട്ടുന്ന ആരോഗ്യം വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ തേങ്ങാപ്പാലിൽ കലക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കാതെ വേറെ മാർഗമൊന്നുമില്ല. പക്ഷെ പാലിൽ കലക്കുന്നത് മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൊളസ്ട്രോൾ ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന സംഭവമായതുള്ളത്. ഇതിൻ്റെ അകത്ത് ഷുഗർ ചേർത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളായിട്ട് ആഡ് ഓൺ ഷുഗർ ചെയ്യേണ്ട ആവശ്യവുമില്ല എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ റിയൽ കൊക്കോ പൗഡറാണ് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൊക്കോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ എന്തുവാണെന്നൊന്നും വിചാരിക്കേണ്ട. പെർഫെക്റ്റ് ആണ്. അപ്പൊ 10 വയസ്സിന്റെ മുകളിലുള്ള ആർക്ക് വേണേൽ നമുക്ക് കൊടുക്കാം. ദിവസേന കൊടുക്കുമ്പോൾ 2 നേരമെങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. ഇത് 2 നേരം കഴിച്ചിട്ടില്ല യാതൊരു കാര്യം. കാരണം 2 നേരം കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുക 30 ഗ്രാം മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറഞ്ഞത്, നമ്മൾ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റോ അല്ലെ ഏത് പ്രോട്ടീൻ എടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഓരോ സ്കൂപ്പ് ന്യൂട്രിചാർജ് ഓൾ പ്രോ കൂടി ചേർക്കാൻ. അപ്പോഴെന്തുണ്ടാവും, പ്രോട്ടീൻ്റെ അളവ് കൂടുകയും ചെയ്യും. എന്നാൽ ആ പ്രോട്ടീനിലുള്ള എല്ലാ സ്വാദൊന്നും മാറാതെ നമുക്കത് ചെയ്യേണ്ട എല്ലാ ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റിന്റെ കൂടെ ന്യൂട്രിചാർജ് ഓൾ പ്രോ കൂടി ചേരുമ്പോൾ അത് 25 ഗ്രാമായി മാറും. അപ്പൊ രാവിലെയും അങ്ങനെ വൈകിട്ടും അങ്ങനെ ചെയ്താൽ 25 അങ്ങനെ 50 ഗ്രാം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഏകദേശം നമ്മൾ 60 അടുത്തെത്തി. ബാക്കി 10 ഗ്രാം നിങ്ങൾ ഭക്ഷണത്തിൽ കൂടെ അങ്ങ് സ്വീകരിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. പിന്നെ ഇത് ആർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് കേട്ടോളൂ. ഞാൻ എല്ലാ സമയത്തും ഇപ്പൊ ഇനി 5-6 പ്രോഡക്റ്റ് പറയാനുണ്ട് പ്രോട്ടീൻ്റെ. അവിടെ എല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ കേട്ടാൽ മതി. കൊടുക്കാൻ പാടില്ലാത്തത് തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർ കൊടുക്കാൻ പാടില്ല, യൂറിക് ആസിഡ് ഉള്ളവർ കൊടുക്കാൻ പാടില്ല, ക്രിയാറ്റിനൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. അതുപോലെ കിഡ്നി പേഷ്യൻസ് അവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് സധൈര്യം കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് അടുത്തത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ കൊക്കോ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ സ്ട്രോബെറി ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ട്രോബെറി ഇത് ഫ്രാൻസ് എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രോബെറി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഹീമോഗ്ലോബിൻ ലെവൽ പെട്ടെന്ന് കൂട്ടാനൊക്കെ സഹായിക്കും. അപ്പൊ ന്യൂട്രിചാർജ് വിമൻ ഒരു ഭാഗത്ത് കഴിക്കുകയും ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് ഒരു ഭാഗത്ത് കഴിക്കുമ്പോഴേക്കും ഹീമോഗ്ലോബിൻ ലെവൽ വളരെ പെട്ടെന്ന് നോർമലൈസ് ആവാൻ വേണ്ടി അവരെ സഹായിക്കും എന്നുള്ളതാണ്. അത് വിചാരിച്ചുകൊണ്ട് പുരുഷന്മാർ കഴിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് അവസ്ഥ മാറിപ്പോയി എന്നുള്ളതാണ്. അവസ്ഥ ഒരു വല്ലാതെ വിചിത്ര ഒരു 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 വഴിതിരിവിലേക്ക് എത്തിപ്പോയി എന്നുള്ളതാണ്. എന്താ സംഭവം എന്നറിയാവോ? ഇവിടെ പുരുഷന്മാർക്ക് പോലും ഹീമോഗ്ലോബിൻ ഇപ്പോൾ 14 വേണ്ടിടത്തില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമുള്ള യാത്രകളിലും പിന്നെ നമ്മൾ ULP പ്രോഗ്രാമിലും ഫിസിക്കൽ മീറ്റിങ്ങിലൊക്കെ നമ്മൾ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ കണ്ടുവച്ചൊരു കാര്യം എന്താ വെച്ചാൽ പുരുഷന്മാർക്ക് 14 മിനിമം വേണ്ടത്. അത്രയും പോലും പുരുഷന്മാർക്ക് പോലും ഇല്ല എന്നുള്ളത്. അവരെയും നമുക്ക് ന്യൂട്രിചാർജ് വിമൻ കഴിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്ട്രോബെറി പ്രോഡക്റ്റും എല്ലാവർക്കും കഴിക്കാം. അതിന് അങ്ങനെ ഒരു ഡിമാർക്കേഷൻ ഒന്നും എവിടെയും ചെയ്തു വെച്ചിട്ടില്ല. അപ്പോൾ ഇത് വുമൺ കാണിച്ചിട്ടുണ്ടെങ്കിലും, കാരണം ഇത് നമ്മൾ കൂടുതൽ വുമണിനെ പൊസിഷൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം വുമൺ എഴുതിയേ ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാമെന്നതേ ഉള്ളൂ. ഇത് കൊഴുപ്പ് നല്ലതായി കുറയ്ക്കാൻ സഹായിക്കും. കാരണം പ്രോട്ടീൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. കാരണം നിങ്ങൾ എത്രയധികം പ്രോട്ടീൻ കഴിക്കുന്നു അത്രയും മസിൽസ് ഉണ്ടാവും. അതിന് അല്പം എക്സസൈസ് ഒക്കെ ചെയ്യണം, സ്ട്രെസ് എക്സസൈസ് ഒക്കെ ചെയ്യണം. അപ്പോൾ മസിൽസ് ഉണ്ടാവും. അപ്പോൾ മസിൽസ് ഉള്ള സ്ഥലത്ത് നമ്മുടെ ഫാറ്റ് എത്താനുള്ള സാധ്യത കുറയും. അപ്പോൾ മസിൽസ് കുറയുമ്പോഴാണ് ഫാറ്റ് കൂടി വരുന്നത്. അപ്പോൾ ആരുടെ ശരീരത്തിൽ ഫാറ്റ് വളരെ കൂടുതലുണ്ടോ അവരുടെ ശരീരത്തിൽ മസിൽസ് കുറയാനുള്ള സാധ്യതയുണ്ട്. മസിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ വെറും മസിൽസ് മാത്രമല്ല സുഹൃത്തുക്കളെ കുറയുന്നത്. നഖത്തിന് ബലം ഉണ്ടാവില്ല, മുടിക്ക് ബലം ഉണ്ടാവില്ല, ചർമ്മത്തിന് ബലം ഉണ്ടാവില്ല, അസ്ഥികൾക്ക് ബലം ഉണ്ടാവില്ല. അതൊന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ കൂടെ പഞ്ചസാര അടിച്ചു മാറ്റുന്ന ടീമാണെങ്കിൽ അവർക്ക് എല്ലുണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവായി മാറുകയും ചെയ്യും. കാരണം എല്ലിലുള്ള എല്ലാ മിനറൽസിനെയും തുടച്ചു കൊണ്ടുപോകാനുള്ള അസാമാന്യമായിട്ടുള്ള കഴിവ് പഞ്ചസാരയിൽ ചേർത്തിരിക്കുന്ന ഈ സോ കോൾഡ് കെമിക്കൽസിന് ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അധികം ചേർത്തിരിക്കുന്നത് നമുക്കറിയാം. അത് വെറും അസ്ഥികൾക്ക് മാത്രമല്ല ദോഷം ചെയ്യുന്നത്, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ദോഷം ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നതാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. സൾഫർ എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ. അവോയ്ഡ് ഷുഗർ. ഓക്കെ. പിന്നെ നമുക്ക് ഇനി ഇങ്ങോട്ട് വരാം. പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ക്രോണിക് ഡിസീസസ്. കാലാകാലമായിട്ട് വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഈ ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ മാറും. സ്കിൻ ഫേംനെസ് കൂട്ടും, ആന്റി ഏജിങ് ഇല്ലാതെയാക്കും. അതുപോലെ മുടി, നഖത്തിന്റെ ആരോഗ്യമൊക്കെ വളരെയധികം നിലനിർത്തും. അതിന്റെ കൂടെ തന്നെയാണ് പ്രിസർവേറ്റീവ്, ഈ മസിൽസിന് പ്രിസർവ് ചെയ്ത് വെക്കും. പ്രിസർവേറ്റീവ് ഒന്നും നമ്മൾ ഒന്നിലും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കേടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ച് തീർക്കണം.
ഓക്കെ, അതുകൊണ്ട് ബോഡി ഷേപ്പ് കറക്റ്റ് ആയിട്ട് വരും, കാരണം മസിൽസിനെ പ്രിസർവ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളിലും പെൺകുട്ടികളിലും. അതേപോലെ തന്നെ മെനോപോസൽ സിംറ്റംസ്, ഈ മെനോപോസ് ഒക്കെ ആകുന്ന നേരത്തെ ആർത്തവ വിരാമത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും വലിയ ഒരു സഹായമാണ് ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് ചെയ്യുക. അതുകൊണ്ട് പെൺകുട്ടികളും സ്ത്രീകളും മുടങ്ങാതെ ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് ഡെയിലി 2 നേരം എടുക്കുക എന്നുള്ളത് അത്യന്താപേക്ഷികമാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പലവട്ടം പല സ്ത്രീകളോടും പെൺകുട്ടികളോടും ഞാൻ പറഞ്ഞതുമാണ്. ഇനി എത്ര ആളത് കഴിക്കുന്നുണ്ട്, എത്ര ആളത് എടുക്കുന്നുണ്ട്, അതൊക്കെ സബ്ജക്റ്റീവായി മാറുന്നത്. പിന്നെ ഈ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് തന്നെ ബോണിലുള്ള കാൽഷ്യത്തിന്റെ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. പിന്നെ സ്റ്റാമിന കൂട്ടുകയും ചെയ്യും. ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് എന്തുണ്ടോ അത് തന്നെയാണ് ആബ്സല്യൂട്ട്ലി സെയിം. ദ ഓൺലി ഡിഫറൻസ് ഈസ് കൊക്കോ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ സ്ട്രോബെറി ചേർത്തുന്നതാണ്. ഇനിയുള്ളത് ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ് ആണ്. അപ്പൊ ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റിൽ എന്തൊക്കെയാ ഉള്ളത്? ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റിൽ അഗെയിൻ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ, ദെൻ ഇതിലുള്ള ഫൈബറിൽ വ്യത്യാസമാണ്. കാരണം ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റിലും ചേർത്തിരിക്കുന്ന ഫൈബർ എന്ന് പറയുന്നത് പ്രീബയോട്ടിക് ഫൈബർ ആണ്. അല്പം വില കൂടിയതും അല്പം വ്യത്യസ്തമായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ടാണ് വ്യത്യാസം. ഇതിൽ ചേർത്തിരിക്കുന്നത് ഡയറ്ററി ഫൈബർ ആണ്, പ്രീബയോട്ടിക് അല്ല. കാരണം ഇതിൽ കുറച്ച് സാധനങ്ങൾ കൂടി കൊണ്ട് സ്പേസ് കുറവാണ്, അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ന്യൂട്രിചാർജ് കേസർ പിസ്തയിൽ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഡയറ്ററി ഫൈബർ ഉണ്ട്, ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് കേസർ ആൻഡ് പിസ്ത, കുങ്കുമപ്പൂവും പിസ്തയുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട് കർക്കുമിൻ എന്ന് പറയുന്ന സാധനം. മഞ്ഞളിൽ കാണുന്ന ഒരു ഏറ്റവും അധികം ബയോ അവൈലബിൾ ആവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമ്മുടെ ശരീരത്തിൽ പോകുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അത് ആക്കം കൂട്ടും, ഇല്ലാതെയാക്കുന്നത്. ഓക്കെ, ആരോഗ്യത്തിന് ആക്കം കൂട്ടും. ഇറ്റ് വിൽ ഗിവ് യു ഹെൽത്ത്. കാരണം മഞ്ഞൾ അത്രയും നല്ലൊരു സംഭവമാണ്. കൃത്യമായിട്ട് മഞ്ഞൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറസ് ഗ്രോത്ത് ഓഫ് സെൽസ് ക്യാൻ ബി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഏറ്റവും അധികം മഞ്ഞൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്, പക്ഷെ നമുക്കാണ് ഏറ്റവും അധികം അസുഖമുള്ളത്. അപ്പോൾ എന്താണ് കാരണം എന്ന് കണ്ടെത്താനേ ഉള്ളൂ. അപ്പോൾ കർക്കുമിനും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ളതാണ് ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ്. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന തന്നെയാണ്. പക്ഷെ പ്രത്യേകിച്ചിട്ട് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മുടങ്ങാതെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഉള്ള കുങ്കുമപ്പൂവ്, ഇതിൻ്റെ അകത്തുള്ള പിസ്ത, ഇതിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ, ഇതിൻ്റെ അകത്തുള്ള ഫൈബർ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള കർക്കുമിൻ എല്ലാം തന്നെ വളരെ ഗുണകരമാണ്. കാരണം ഒരു ഗർഭിണിക്ക് മഴക്കാലത്താണ് ജലദോഷം അല്ലെങ്കിൽ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചുമക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലം ഉണ്ടാക്കും അവർക്ക്. അപ്പൊ അതിന് നമ്മൾ ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ കഫ് സിറപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ മരുന്നുകൾ കൊടുക്കുന്നത് അത് ആ ഉദരത്തിൽ വളർന്ന കുട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യും. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, കർക്കുമിൻ നമ്മൾ ഈ മഞ്ഞൾ ന്യൂട്രിചാർജ് കേസർ പിസ്തകൾ കൊടുക്കുമ്പോൾ നാച്ചുറലി ഇമ്മ്യൂണിറ്റി കൂടുന്നു, മസിൽസ് ഒക്കെ സ്ട്രോങ്ലി ബിൽഡ് ആവും. കാരണം മസിൽസ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ സുഖപ്രസവം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അതുപോലെ മഞ്ഞൾ ഉള്ളതുകൊണ്ട് ഈ ചമ, ജലദോഷം, കഫക്കെട്ട് എല്ലാം മാറി ചെയ്യും. സോ ഇറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ പ്രോഡക്റ്റ്. അത് മാത്രമല്ല ചർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം വളരെ നല്ല ഒരു റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത്. പക്ഷെ ഇത് നമുക്കറിയാം, ഇത് എടുക്കുമ്പോൾ 10 ഗ്രാമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ന്യൂട്രിചാർജ് ഓൾ പ്രോം കൂടി ചേർക്കാം, വളരെ നല്ലതായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, മുതിർന്ന വ്യക്തിക്ക് വളരെയധികം വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ട്, അലർജി ആയിട്ടുള്ള പ്രശ്നമുണ്ട്, അവർക്ക് ന്യൂട്രിചാർജ് കേസർ പിസ്തയുടെ കൂടെ ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോവും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ വളരെയധികം വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ, ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്താൽ തന്നെ ഈ അലർജിയും ദഹനമില്ലായ്മയും ശ്വാസം തടസ്സവും എല്ലാം മാറും. പക്ഷെ മാംഗോ എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ, ന്യൂട്രിചാർജ് കേസർ പിസ്തയും ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോവും ചേർന്നാൽ ഒരു അസാമാന്യ ടേസ്റ്റ് ആണ് വരിക. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ന്യൂട്രിചാർജ് കിഡ്സും കേസർ പിസ്ത ഇറ്റ്സ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. അപ്പോൾ ബെനിഫിറ്റ്സ് ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആകെയുള്ള ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം ഇംപ്രൂവ് ചെയ്യും. ബിക്കോസ് ഓഫ് കേസർ, കുങ്കുമപ്പൂ ഉള്ളതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ വളരെ ഗംഭീരമായിട്ട് നന്നാക്കും. അതിൻ്റെ കൂടെ തന്നെ ചർമ്മത്തിലേക്കുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ഒഴിവാക്കും. അതുകൊണ്ട് ജനിക്കുന്ന കുട്ടിക്ക് നല്ല ആരോഗ്യമുള്ള ചർമ്മവും നല്ല ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും. ഓക്കെ, ബാക്കി ആൾമോസ്റ്റ് സെയിം തന്നെയാണ് പറയാനുള്ളത്. ബാക്കിയൊന്നും പറയാൻ ഇതിൻ്റെ അകത്ത് ഇല്ല. പിന്നെ കർക്കുമിനുള്ളതുകൊണ്ട് ചുമയും കഫക്കെട്ടും എല്ലാം മാറുമെന്ന്, അതൊക്കെ മാറും. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി വെരി ഇംപ്രൂവ് വേർഷൻ ഓഫ് ദിസ്. നിങ്ങളിത് കഴിക്കുക, കഴിക്കാത്തവരെന്തായാലും കഴിക്കുക. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നിർബന്ധമായിട്ട് കൊടുക്കുക, പെൺകുട്ടികൾക്കും നിർബന്ധമായിട്ട് കൊടുക്കുക, അതൊക്കെ ഗുണം ചെയ്യും. പിന്നെ ഈ കോശങ്ങൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളാത്ത ആൾക്കാർ, സെൽസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും ഇത് കൊടുക്കാം. 64% പ്രോട്ടീനാണ് നിങ്ങൾക്ക് കിട്ടുക. റിയൽ കേസർ, റിയൽ പിസ്ത ആൻഡ് ബയോ ആക്റ്റീവ് കർക്കുമിൻ, അതാണ് ഇതിനകത്തുള്ളത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിഡിക്കാസ് വാല്യൂ 1 ആണ്, കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്, പെർഫെക്റ്റ്ലി വെജിറ്റേറിയൻ ആണ്. അതുപോലെ തന്നെ ഇത്
ഞാൻ നേരത്തെ പറഞ്ഞത് കൊടുക്കാൻ പാടില്ലാത്ത 3 കാറ്റഗറിയിൽ കൊടുക്കാൻ പാടില്ല, ബാക്കി എല്ലാവർക്കും ഇത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഇനി വരാൻ പോകുന്നതാണ് ഇരട്ടകൾ. അതായത് ന്യൂട്രിചാർജ് പ്രോഡൈറ്റ് ഷേക്ക് കോഫി ഹേസൽനട്ട് ആൻഡ് ന്യൂട്രിചാർജ് പ്രോഡൈറ്റ് ഷേക്ക് ബനാന കാരമൽ. ഇത് പ്രത്യേകിച്ച് ഫിറ്റ്നസിന്റെ പുറകെ പോകുന്ന, ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ മസിൽസ് ടോണപ്പ് ചെയ്യാൻ, അത് സാധാരണ മസിൽസ് അല്ല വേണ്ടത്, നോർമലിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. അവർക്ക് മസിൽസ് കുറച്ചും കൂടി ഒന്ന് ബൾജ് ചെയ്യിപ്പിക്കണം, അതിന് കുറച്ചും കൂടി ഒന്ന് മസിൽസിന്റെ ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് രണ്ടും കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് ഫിറ്റ്നസ്, സ്റ്റാമിന, ലീൻ മസിൽ മാസ് എല്ലാം കൂട്ടാൻ വളരെയധികം സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇതിൻ്റെ അകത്ത് സ്വാദിന് വേണ്ടിയിട്ട് ഒരു സൂക്രാലോസ് എന്ന് പറഞ്ഞ ലോ കാലറി ഷുഗർ ചേർത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ലോ കാലറി ഷുഗർ ആണ് സൂക്രാലോസ്. പക്ഷെ ഈ സൂക്രാലോസ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഗവൺമെന്റ് FSSAI സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല, അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതായത് 18 വയസ്സിന്റെ താഴെ ഉള്ളവർക്ക് കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് ഇത് 18 വയസ്സിന്റെ മുകളിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിന്റെ പ്രശ്നം. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ മാർക്കറ്റിൽ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോൾ FSSAI ഈ സൂക്രാലോസ് ഉള്ള സംഭവങ്ങൾ വിൽക്കുന്നുണ്ട്, കുട്ടികൾ അത് കുടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ പോകില്ല, അവരെ കാട്ട് നമ്മളെ ചെയ്യത്തില്ല. നമ്മൾ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഒരു അപ്രൂവൽ കിട്ടാതെ കൊണ്ട് നമ്മളിത് 18 വയസ്സിന്റെ താഴെ ഉള്ളവർക്ക് ഇത് കൊടുക്കണ്ടെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഗർഭിണികൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല, മുലയൂട്ട് നമ്മമാർക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം കുട്ടികളുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉള്ളതാണ്. പിന്നെ പ്രമേഹമുള്ളവരും പ്രീ ഡയബറ്റിക് ഉള്ളവർക്കും ഇത് കൊടുക്കാൻ പാടില്ല. ബാക്കി പ്രോട്ടീൻ കൊടുക്കാൻ പാടില്ലാത്ത കാറ്റഗറിയിലും കൊടുക്കാൻ പാടില്ല, ബാക്കി എല്ലാവർക്കും നമുക്ക് 18 വയസ്സിന്റെ മുകളിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഇതില് PVMFO ആക്ച്വലി ഇതിൽ തന്നെ ഉണ്ട് ഒന്ന്. രണ്ടാമത് ഇത് 3 തരം പ്രോട്ടീനുകൾ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒന്ന് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ആണ്, ഒന്ന് കേസീൻ ആണ്, പിന്നെ ഒന്ന് വേ പ്രോട്ടീൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ 3 തരം പ്രോട്ടീനുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 തരം പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ മസിൽ മാസ് കൂട്ടാൻ വളരെ സഹായിക്കും. അവിടെ 3 തരം പ്രോട്ടീനാണ് വരുന്നത്. അത് മാത്രമല്ല, ഈ 3 തരം പ്രോട്ടീനുകളും വ്യത്യസ്ത സമയങ്ങളിലാണ് നമ്മുടെ ശരീരത്തിൽ അബ്സോർവ് ചെയ്ത് തുടങ്ങുക. അതേപോലെ വ്യത്യസ്ത സമയങ്ങൾ വരെ നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ, ഇപ്പം ഈ 3 പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധിക സമയം പ്രോട്ടീൻ നിലനിൽക്കുക ഈ പറയുന്ന ന്യൂട്രിചാർജ് പ്രോഡൈറ്റ് ഷേക്ക് കഴിച്ചാലാണ്. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഒരു ന്യൂട്രിചാർജ് ഓൾ പ്രോവിന്റെ ഒരു സ്കൂപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ 10 ഗ്രാമും കൂടി കൂടും. അപ്പൊ ഇതെല്ലാം വരുമ്പോഴേക്കും വളരെ ഗംഭീരമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. അതിന്റെ കൂടെ ജിമ്മിലൊക്കെ പോകുമ്പോൾ നല്ല ബോഡി ബിൽഡിംഗ് ആയിട്ട് നല്ല മസിൽസ്, എന്താ 6 പേക്ക് 8 പേക്ക് എങ്ങനെ പറയല്ലോ, അതൊക്കെയായി വരും. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായ ഗുണം എന്തായാലും ബാക്കി എല്ലാം തന്നെ പ്രോട്ടീൻ എന്തൊക്കെ ചെയ്യുന്നോ അത് തന്നെയാണ് ഇത് ചെയ്യുക. ഓക്കെ, ആബ്സല്യൂട്ട്ലി സെയിം ആസ് എനി അതർ പ്രോട്ടീൻ. ഓക്കെ, പിന്നെ ഓൾമോസ്റ്റ് സെയിം, ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആക്ച്വലി. അപ്പൊ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സ്കൂപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ, ഇതിൻ്റെ അകത്ത് സ്പൂൺ ഉണ്ടല്ലോ, ആ സ്പൂൺ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് 10 ഗ്രാം പ്രോട്ടീനും 4 ഗ്രാം ഫൈബറും ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഓൾ പ്രോ കൂടി ചേർത്ത് കഴിഞ്ഞാൽ കണ്ടന്റ് കൂടും. അപ്പൊ അങ്ങനെ 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 40 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അപ്പൊ 40 ഗ്രാം പ്രോട്ടീൻ കിട്ടിയാൽ ബാക്കി 20 അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. ഇനിയിപ്പോൾ ഓൾ പ്രോ തന്നെ ചേർക്കണമെന്നില്ല, ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കോഫി ഹേസൽനട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് ചേർക്കാൻ പറ്റും. സോ ഇറ്റ് വിൽ ഇൻക്രീസ് the amount of protein in that, right? റിയൽ കോഫി ആണ് ഇത്, റിയൽ കോഫി ആൻഡ് റിയൽ ഹേസൽനട്ട്, ഒറിജിനൽ ആണ് സംഭവം. അതുകൊണ്ട് തന്നെ നല്ല ഒരു ടേസ്റ്റും കൂടി ഉണ്ട് അതിന്. 100% വെജിറ്റേറിയൻ ആണ്. അപ്പോൾ സൂക്രാലോസ് ആണ് ചേർത്തിരിക്കുന്നത്. സൂക്രോസും ഇല്ല, അതേപോലെ തന്നെ റിഫൈൻഡ് ഷുഗറും ഇല്ല, സൂക്രാലോസ് ആണ്. അപ്പോൾ അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ അതിന്റെ നമുക്കിത് കൊടുക്കാൻ പറ്റാത്തൊരു വലിയ സങ്കടമാണ്. കാരണം FSSAI അപ്രൂവൽ ഇല്ലാത്തത് കൊണ്ടാണ് 18 വയസ്സിന്റെ താഴെ കൊടുക്കാൻ പറ്റില്ല. എന്തായാലും നമുക്കത് കൊടുക്കാമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളറോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ഓക്കെ, പിന്നെ നാച്ചുറൽ പ്രീബയോട്ടിക് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതൊരു വലിയ വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ്. അത് നമ്മൾ ഈ ന്യൂട്രിചാർജ് കിഡ്സിൽ ചേർത്തിരിക്കുന്ന നാച്ചുറൽ പ്രീബയോട്ടിക് ഡയറ്ററി ഫൈബർ ഉണ്ടല്ലോ, അതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതാണ് ഫ്രക്ടോസ് ഒലിഗോസാക്കറൈഡ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം ന്യൂട്രിചാർജ് കിഡ്സിന്റെ ബോക്സിൽ കണ്ടില്ലേ FOS എഴുതിയത്, അതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഓക്കെ, 3 തരം പ്രോട്ടീൻ. ഓക്കെ, പിന്നെ ബനാന കാരമൽ ആബ്സല്യൂട്ട്ലി സെയിം, എവറിത്തിങ് ഇസ് സെയിം. ഇപ്പൊ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക്, കോഫി ഹേസൽനട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കോഫി ഹേസൽനട്ടിന്റെ സ്ഥലത്ത് റിയൽ ബനാന ആൻഡ് കാരമല ചേർത്തിരിക്കുന്നത്. ദാറ്റ്സ് ദ ഓൺലി തിങ്. അല്പം വൈറ്റമിൻസും മിനറൽസും കൂടി ചേർത്തിട്ടുണ്ട്. സോ ഓൾ പുട്ട് ടുഗദർ ഇറ്റ്സ് എ വെരി വെരി ഗുഡ് പ്രൊഡക്റ്റ് ടു ഹാവ്. മസിൽസ് മാസ് കൂട്ടാൻ പ്രത്യേകിച്ചിട്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ വിലയും കുറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ സൈസും കുറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? ഇത് പണ്ട് 400 ഗ്രാം ആയിരുന്നു, ഇപ്പൊ 200 ഗ്രാം ആയിട്ടുണ്ട്. അതിൽ 1900 അതിന്റെ MRP ആയിരുന്നു, അതിപ്പോൾ 1000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ഇനി ന്യൂട്രിചാർജ് ഓൾ പ്രോ. ഓക്കെ, നമുക്ക് ഏത് ഭക്ഷണത്തിന്റെ കൂടെ, നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന ഏത് പാനീയത്തിൽ കൂടെയും നമുക്ക് ചേർത്ത് കഴിക്കാം. അതിന്റെ ടേസ്റ്റ് മാറ്റാതെ തന്നെ നമുക്ക് പ്രോട്ടീൻ ലഭിക്കാവുന്നതും കൂടിയാണ്. അപ്പോൾ whatever is being written over here, റയത്ത കഴിക്കുന്നു, അതിൽ ചേർക്കാം, വെജിറ്റബിൾ കറി ചേർക്കാം, പരിപ്പിൽ ചേർക്കാം, റൊട്ടിയിൽ ചേർക്കാം, ദോശ, ഇഡ്ഡലി, അപ്പം എല്ലാത്തിൽ ചേർക്കാം, സൂപ്പിൽ ചേർക്കാം, ജ്യൂസിൽ ചേർക്കാം, പാല് കുടിക്കുന്നവർക്ക് അതിൻ്റെ ചേർത്ത് കൊടുക്കാം, ബട്ടർ മിൽക്കിൽ കൊടുക്കാം, മിൽക്ക് ഷേക്സിൽ കൊടുക്കാം, സ്മൂതി ഉണ്ടാക്കി കൊടുക്കാം, സാലഡിൽ കൊടുക്കാം. whatever you are eating, whatever you are drinking, you can add it to it. അതാണ് mix with whatever you eat to make it a treat. Absolutely wonderful. ഇതിന്റെ പേര് തന്നെ ഓൾ പ്രോ, ഓൾ റൗണ്ടർ പ്രോട്ടീൻ ആണ്. ഓൾ റൗണ്ടർ പ്രോട്ടീൻ, എല്ലാത്തിനെയും കൂടി ചേർക്കാൻ പറ്റും, സകലകലാ വല്ലവൻ. ഓക്കെ, ഇത് ചേർത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീന്റെ ഇൻടേക്ക് കൂട്ടുകയും ചെയ്യും, എന്നാൽ ഇതിന്റെ സ്വാദ് അതിൻ്റെ അകത്ത് ചേർത്ത് വലിയ പണിയൊന്നും ചെയ്ത് തീർത്തില്ല. ബെനിഫിറ്റ് ഇസ് ഓൾമോസ്റ്റ് ആബ്സല്യൂട്ട്ലി സെയിം. ഞാൻ നേരത്തെ പറഞ്ഞതിന് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പ്രോട്ടീൻ ഈസ് ഓൾമോസ്റ്റ് സെയിം. പക്ഷേ ഇതിലാകെ വ്യത്യാസം എന്നുള്ളത്, ഇതും 100% പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. പക്ഷേ ഇതിൽ ഏറ്റവും അധികം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 തരം പ്രോട്ടീനുകൾ എവിടുന്നാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇതിൽ 3 തരം പ്രോട്ടീൻ ഉണ്ട്. 3 സോഴ്സിൽ നിന്നാണ് ഇതിൽ പ്രോട്ടീൻ എടുത്തിരിക്കുന്നത്. ഒന്ന് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ആണ്, ഒന്ന് പംകിൻ സീഡ്സ് ആണ്, ഓക്കെ, രണ്ടാമത്തത് പീ നട്ട്സ്. അപ്പോൾ ഈ 3-ൽ നിന്നുള്ള പ്രോട്ടീനാണ് ഇതിലുള്ളത്. ഏകദേശം 84% പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതിലൊന്നുമില്ല, ബേസിക്കലി പ്രോട്ടീനും ഫൈബറും മാത്രമേ ഉള്ളൂ, റൈറ്റ്. അപ്പോൾ 3 തരം സോഴ്സിൽ നിന്നാണ് പ്രോട്ടീൻ ഉള്ളത്. ഒന്ന് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ, അതായത് സോയാബീൻ കുരുക്കളിൽ നിന്നെടുത്തത്, പിന്നെ പംകിൻ സീഡ്സ് എടുത്തത്, ദെൻ പീനട്ട് എന്നെടുത്തത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ പാക്കറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. സോ ടേക്ക് ഇറ്റ്, ഇറ്റ് വിൽ ബി വെരി വെരി ഹെൽപ്ഫുൾ ഫോർ യു, റൈറ്റ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രീബയോട്ടിക് ഡയറ്ററി ഫൈബർ, ഇതിന് പ്രീബയോട്ടിക് ഡയഫർ ഉണ്ട്, പ്രീബയോട്ടിക് ഡയറ്ററി ഫൈബറാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അത് നിറവേറ്റും. അപ്പോൾ ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ദഹന പ്രക്രിയ മോശമാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഓൾ പ്രോ കൂടി ചേർക്കുമ്പോൾ അതൊന്ന് നിങ്ങളെ ദഹനത്തിനെ നന്നാക്കും എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി തന്നെയാണിത്. ഓക്കെ, 200 ഗ്രാമിന്റെ പാക്കാണിത്. അപ്പോൾ നമുക്ക് 200 ഗ്രാമിന്റെ ഇപ്പോൾ 3 പാക്കുകളായി. ഒന്ന് ന്യൂട്രിചാർജ് ഓൾ പ്രോ, ന്യൂട്രിചാർജ് കോഫി ഹേസൽനട്ട് പ്രോഡക്റ്റ് ഷേക്ക് ആൻഡ് ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക് ബനാന കാരമൽ. ഓക്കെ, ദെൻ വീഗൻ ബേസ്ഡ് പ്രോട്ടീൻ ആണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്യാം. യു കൻ ഷേക്ക്, യു കേക്ക്, കുക്ക്, വാട്ട് എവർ യു ഡു, യു കൻ മേക്ക് ഇറ്റ് ആൻഡ് യു കൻ ഹാവ് ഇറ്റ്. ഓക്കെ, ഇതെല്ലാം പി ആൻഡ് എഫ്. ഇനി നമുക്ക് വി ആൻഡ് എമ്മിലേക്ക് പോവാം. അതിൽ പുരുഷന്മാർക്കുള്ളതാണ് ന്യൂട്രിചാർജ് മാൻ. ഇല്ലെങ്കിൽ ആർത്തവ വിരാമം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാൽ അവർക്ക് ആർത്തവ വിരാമം കഴിഞ്ഞിട്ട്, അത് ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞ അതിൽ തെറ്റിദ്ധരിച്ചുള്ളത്. ആർത്തവ വിരാമം കഴിഞ്ഞ് സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ശരീരം വല്ലാതെ ചൂടാവുന്നുണ്ടോ എന്ന് നോക്കണം. അവർ ഹീമോഗ്ലോബിൻ ലെവൽ 12 ഉണ്ടോ എന്നും കൂടി നോക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ന്യൂട്രിചാർജ് മാൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് ആർത്തവ വിരാമമായിട്ടുണ്ട് സർ, ഇപ്പം അങ്ങനെ പീരീഡ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ന്യൂട്രിചാർജ് മാൻ കൊടുത്തുകൂടെ? ഇപ്പം കൊടുക്കാൻ പറ്റില്ല. കാരണം ആദ്യം നമ്മൾ നോക്കണം, ഹോട്ട് ഫ്ലഷസ് വരുന്നുണ്ടോ, ശരീരം ചൂടാവുന്നുണ്ടോ, അതുപോലെ ഹീമോഗ്ലോബിൻ ലെവൽ 12 തന്നെയാണോ, വല്ലാതെ ക്ഷീണമൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ന്യൂട്രിചാർജ് വുമൺ തന്നെയാണ് അവർ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ന്യൂട്രിചാർജ് മാൻ 14 വയസ്സ് തികഞ്ഞിട്ടുള്ള എല്ലാ ആൺകുട്ടികളും പുരുഷന്മാരും കഴിക്കേണ്ടത് ഒരു വളരെ മഹത്തരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് മൾട്ടി വിറ്റമിൻ, മൾട്ടി മിനറൽ, അതുപോലെ ല്യൂട്ടീൻ, ലൈക്കോപ്പീൻ, ഗ്രീൻ ടീ, ദാറ്റ് മീൻസ് ഓൾ ബൊട്ടാനിക്കൽസ് ഓൾ പുട്ട് ടുഗദർ, അമിനോ ആസിഡ്സ് എല്ലാം ചേർത്തിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള 33 പോഷകതത്വങ്ങളാൽ സമൃദ്ധമായിട്ടുള്ളതാണിത്. പുരുഷന്മാർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അശ്രദ്ധ കൊണ്ട് മാത്രം, കാരണം സമയമില്ല എന്നുള്ളൊരു സംസാരം, എവിടെ നോക്കിയാൽ സമയമില്ല, എന്നാലും നമുക്ക് സമയത്തിനൊന്നും ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ശരിയായിട്ടുള്ള പോഷകങ്ങൾ കിട്ടാറില്ല, കാരണം കഴിക്കുന്ന ഭക്ഷണ രീതികൾ എല്ലാം വ്യത്യസ്തമായി പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ വ്യായാമം ഇല്ലെങ്കിൽ ഈ കാണുന്ന രൂപങ്ങളൊക്കെ പുരുഷന്മാരിൽ കാണും. പൂവർ ഇമ്മ്യൂണിറ്റി ആയിരിക്കും, എനർജി ലെവൽ വളരെ കുറവായിരിക്കും, ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെസ് കൂടിക്കൊണ്ടേയിരിക്കും, അതുപോലെ ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫിക്കസി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴേക്കും സമ്മർദ്ദം കൂടുക, പിന്നെ പ്രിമച്വർ ഏജിങ് ആയിരിക്കും, വളരെയധികം ക്ഷീണമായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഈ 33 പോഷക തത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ന്യൂട്രിചാർജ് മാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൂടെ കഴിക്കുമ്പോൾ അത് നമുക്ക് സ്റ്റാമിന ബിൽഡപ്പ് ചെയ്യുന്നു, നമ്മളെ സമ്മർദ്ദം കുറയ്ക്കുന്നു, നമ്മളെ അതിയായിട്ട് കാണുന്ന ക്ഷീണം ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന 13 മിനറൽസ് നമ്മുടെ ശരീരത്തിൽ സ്ട്രെങ്ത്, സ്റ്റാമിന, ഇമ്മ്യൂണിറ്റിയും അതുപോലെ എല്ലിന്റെ സാന്ദ്രത കൂട്ടുന്നു. കാരണം ഇതിലുള്ള മിനറൽസ്, ഫോർ എക്സാമ്പിൾ ഇപ്പം സി കാൽഷ്യം ഉണ്ട് അതിൻ്റെ അകത്ത്, അതിൻ്റെ ഫോസ്ഫറസ് ഉണ്ട്, ഇതൊക്കെ എല്ലിന്റെ സാന്ദ്രത കൂട്ടാൻ, മഗ്നീഷ്യം, മാഗ്നിഫോർ എല്ലാം എല്ലിന്റെ സാന്ദ്രത കൂട്ടാൻ സഹായിക്കും. ഓക്കെ, പിന്നീടുള്ളത് 13 വൈറ്റമിൻസ് ആണ്. ഇതിലുള്ള 13 വൈറ്റമിൻസ് എനർജിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു, ആന്റി ഏജിങ് ആണ്, ആന്റി ഓക്സിഡന്റ് ഇഷ്ടം പോലെ ഉണ്ട്, വൈറ്റമിൻ സി, സിങ്ക് എല്ലാം പോലത്തത്. ദെൻ കംസ് കാറ്റലിസ്റ്റ് ആൻഡ് മെറ്റബോളിസം എല്ലാം കൂടിയിട്ട് പുട്ടുകയർ. പിന്നെ 4 ബൊട്ടാനിക്കൽസ് ഉണ്ട്.
ഓക്കെ, ഈ 4 ബൊട്ടാനിക്കൽസിൽ അത് അലേർട്ട്നെസ് ഉണ്ടാക്കുന്നു, കണ്ണിന്റെ ആരോഗ്യം കൂട്ടുന്നു, കാരണം ല്യൂട്ടിൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ദെൻ കാർഡിയോ പ്രൊട്ടക്ഷൻ ആണ്, ബിക്കോസ് ഇറ്റ് കെയർസ് ലൈക്കോപീൻ. പിന്നെ ഹെൽപ്പ് ബേൺ ബോഡി ഫാറ്റ്. അമിനോ ആസിഡ്സ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. അമിനോ ആസിഡ്സ് അപ്പോൾ ചേർത്തിട്ടുണ്ട്, സ്കിന്നിന്, മുടിക്ക്, അതേപോലെ സമ്മർദ്ദം കുറയ്ക്കാനൊക്കെ സഹായിക്കും. ഒരു കാര്യം കൂടി ഉണ്ട്, ലൈക്കോപീൻ എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ബൊട്ടാനിക്കൽ ഇതിൽ ചേർത്തതുകൊണ്ട് സ്ഥാനാർബുദം വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇന്ന് സ്ത്രീകളിലേക്ക് ഉള്ളതാണ്, പുരുഷന്മാർക്കാണെങ്കിലോ ന്യൂട്രിചാർജ് മാനിലുണ്ട്, രണ്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്കോപ്പിൻ സ്ത്രീകളിലേക്ക് സ്ഥാനാർബുദം ഇല്ലാതെയാക്കുന്നു, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാക്കുന്നു. ഏറ്റവും അധികം പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രായം കൂടുമ്പോഴാണ് പുരുഷന്മാർ അനുഭവിക്കുക. അതുകൊണ്ട് 14 വയസ്സ് മുതൽ തന്നെ ന്യൂട്രിചാർജ് മാനൊക്കെ കഴിച്ചു തുടങ്ങിയാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികം കുറയും. കാരണം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഒരു വ്യക്തിയുടെ ശരീരത്തിൽ, പുരുഷന്റെയും ആൺകുട്ടിയുടെ ശരീരത്തിൽ 2 തവണയാണ് ഡെവലപ്പ് ചെയ്യുക. ആ 2 തവണയും ആരോഗ്യപരമായിട്ട് ഡെവലപ്പ് ആയിട്ടില്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ 14 വയസ്സിന്റെ മുകളിലുള്ളവർ കൊടുക്കാം. പിന്നെ പോഷകങ്ങൾ ആർക്കൊക്കെ കഴിക്കാൻ പറ്റും, എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. നത്തിങ് റോങ് ഇൻ ഇറ്റ്. ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൂടെ കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എത്ര കാലം കഴിക്കണം? പോഷകങ്ങൾ കഴിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുറച്ച് നീണ്ട കാലത്തോട് കഴിച്ചുകൊണ്ടിരിക്കണം, കാരണം ഇത് ഭക്ഷണമാണ്, മരുന്നൊന്നുമല്ല ഇത്. ഓക്കെ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ന്യൂട്രിചാർജ് വിമൻ. ന്യൂട്രിചാർജ് വിമൻ അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി വിറ്റമിൻ, മൾട്ടി മിനറൽ ആൻഡ് ബൊട്ടാനിക്കൽസ്, അമിനോ ആസിഡ്സ് ഒക്കെ ചേർത്തിട്ട് 50 പോഷക തത്വങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു എന്തൊക്കെ പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ സ്ത്രീകളും അനുഭവിക്കും. പക്ഷെ അതിന്റെ കൂടെ ചിലത് അനുഭവിക്കുന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് ഒന്ന് എനീമിയ, അതിപ്പം പുരുഷന്മാരിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ട് പറയാനില്ല, രണ്ടുപേർക്കുണ്ട് അത് എനീമിയ. പിന്നെ ഇറിറ്റബിലിറ്റി ആൻഡ് ടയർഡ്നെസ്, പ്രത്യേകിച്ച് പീരീഡ്സിന്റെ സമയമാകുമ്പോഴേക്കും ഇറിറ്റേഷൻ കൂടും, മൂഡ് വല്ലാതെ സ്വിങ് ചെയ്യും. അതുകൊണ്ട് ഓരോ നിമിഷത്തിലും അവരെ കാണുന്ന സ്വഭാവങ്ങൾ, അവർ കാണിക്കുന്നതൊക്കെ വ്യത്യസ്തമായിരിക്കും. ദേഷ്യമുണ്ടാവും, ചില സങ്കടം ഉണ്ടാവും, ചില സന്തോഷം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ വളരെയധികം ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ എനർജി ലെവൽ കുറഞ്ഞു പോവുകയും ചെയ്യും. മെൻസ്ട്രൽ പ്രോബ്ലംസ് ഇഷ്ടം പോലെ അനുഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വേദന. അപ്പോൾ എന്താ, എല്ലാം വേദന സംഹാരികൾ കഴിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോവുക. അതേപോലെ സാഗിങ് സ്കിൻസ്, ഈ ചർമ്മങ്ങളൊക്കെ വല്ലാതെ തൂങ്ങിപ്പോവുക. അതുപോലെ മുടി വല്ലാതെ കൊഴിഞ്ഞു പോകുക. അതുപോലെ ശരീരത്തിൽ വല്ലാതെ കൊഴുപ്പ് കൂടിയിട്ട് ഫാറ്റ് ആകുക, ഒബേസിറ്റി കൂടുക. അപ്പോൾ ഇതിനെല്ലാം വേണ്ടതൊന്നേ ഉള്ളൂ, പോഷകങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത്. പോഷകങ്ങളുടെ കുറവാണ് ഈ കാണിക്കുന്നതെല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും മാരകമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എവറി സെക്കൻഡ് ഇന്ത്യൻ വുമൻ ഈസ് എനീമിക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 29 മില്ലിഗ്രാം അയൺ എല്ലാ ദിവസവും ഒരു പെൺകുട്ടിക്കും ഒരു സ്ത്രീക്കും ലഭിക്കണം. പക്ഷേ 29 എവിടുന്ന കഴിക്കുന്നത്? ഒന്നുമില്ല. ഇപ്പൊ 21 മില്ലിഗ്രാം ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നീടുള്ള 8 മില്ലിഗ്രാം അത് നമ്മൾ അയൺ കണ്ടന്റും പ്രോട്ടീനും കൂടി ചേർത്തിട്ടുള്ള സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ ചേർത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പോഷകങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്നുള്ളത് തെളിച്ചു പറയുന്ന ഒരു കാര്യമാണിത്. 90%, അതാണ് ഏറ്റവും ഭയാനകം കേട്ടോ. ടോട്ടാലിറ്റിയിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ 2 ഇന്ത്യൻ വുമൺ നോക്കിയാൽ അതിൽ 1 എനിമിക്, അത് 50% എന്ന്. പക്ഷെ കാറ്റഗറൈസൈസ് ചെയ്തു വരുമ്പോൾ ദാറ്റ് ഈസ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കേട്ടോ ഭയാനകം. ഇത് പണ്ടത്തെ ഒരു സ്റ്റഡി ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റഡിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, അഡോളസെന്റ് ഗേൾസ്, അതായത് പെൺകുട്ടികളുടെ സ്ത്രീയിലേക്കുള്ള രൂപാന്തരം ചെയ്യപ്പെടുമ്പോൾ ആ ഗ്രൂപ്പിൽ 90%-ഓളം എനീമിക്കാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻ 90%-ഓളവും എനീമിക്കാണ്. അതുപോലെ നഴ്സിംഗ് മദേഴ്സ് 90%-ഓളം എനീമിക്കാണ്. സോ മെൻസ്ട്രൽ പീരീഡ് തുടങ്ങിയതിനു ശേഷമുള്ള എല്ലാ സ്ത്രീകളുടെയും കാറ്റഗറി വ്യത്യസ്തമായിട്ട് എടുത്ത് മാറ്റി നോക്കുമ്പോൾ അതിൽ 90%-ഓളം ആൾക്കാരും എനീമിക്കാന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളുടെയൊക്കെ നാട്ടിലെ അവസ്ഥ എന്താണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂട്രിചാർജ് വുമൺ ഇത്രയധികം ഒരു പ്രസക്തി കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ 15 കോടി വീടുകളിലേക്കാണ് പോകേണ്ടത്, സ്ത്രീകളിലേക്കല്ല. നമുക്കറിയാലോ, കാരണം പുരുഷന്മാർക്കുണ്ടെന്നുള്ളത്. അതുകൊണ്ട് 15 കോടി വീടുകളിലേക്ക് നമ്മൾ എനീമിയ മുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാണത്തിലേക്ക് കൂടി ചേരണം. എത്ര ആൾ ചേർന്നിട്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ മിഷൻ നമ്മൾ ഏകദേശം 1 വർഷം മുന്നേ തുടങ്ങിയതാണ്. ഒട്ടനവധി പേര് അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോൾ രൂപാന്തരണ യാത്രയിൽ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ബാഡ്ജൊക്കെ തരും. ഈ ബാഡ്ജ് ഞാൻ ഈ കുത്തി വെച്ചിരിക്കുന്ന ബാഡ്ജ്. അപ്പൊ ആ ബാഡ്ജ് എല്ലാവരും കുത്തുക. എന്നിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ടും ഈ ഒരു അവബോധം കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനുള്ള ടൂൾസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ടൂൾസ് ഇഷ്ടം പോലെ ഇനിയും വരാനുണ്ട്. അതൊക്കെ ഞങ്ങൾ ഈ രൂപാന്തരണ യാത്രയിൽ അവിടെയൊക്കെ കൊണ്ടുവെക്കാം. അങ്ങനെ പലതുമുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ അതിനുകൊണ്ട് കാര്യമുള്ളൂ. നമുക്ക് 15 കോടി വീടുകളിൽ ആൾക്കാർക്ക് ആരോഗ്യം കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇനി അടുത്ത വർഷം ഞാൻ
ക്ലാസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ ഡാറ്റാസ് ഇതിനേക്കാളും ഭയാനകമായിട്ടായിരിക്കും നമുക്ക് കാണേണ്ടി വരിക. ദാറ്റ് ഈസ് എ വെരി വെരി ഡേഞ്ചർ സിറ്റുവേഷൻ. പിന്നെ എല്ലാവിധ അയൺ ടാബ്ലറ്റും പോലെയല്ല നമ്മൾ ന്യൂട്രിചാർജ് ഫോൺ. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന അയൺ ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്ന എത്രയും പെട്ടെന്ന് അബ്സോർബ് ചെയ്തു പോകുന്ന 94% അബ്സോർബ് ചെയ്തു പോകുന്ന അയണാണ്. ബാക്കിയുള്ള അയണക്ക് 24, 23, 25% മാത്രമേ ആവുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് കോൺസ്റ്റിപ്പേഷൻ കൂടുന്നത്. ഈ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ശരിയായ അളവിൽ വെള്ളം കുടിക്കാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനത്തെ പോഷകങ്ങൾ കഴിക്കുമ്പോൾ വെള്ളം ശരിയായ അളവിൽ കുടിക്കേണ്ടത് അത്യന്താപേക്ഷികമാണ്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പിന്നെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഇനി പറയാൻ പോകുന്നത്. കാരണം ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എനിമിക് ആവാതെ രക്ഷപ്പെടും. റൈറ്റ്. ഇനി എനിമിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ ഗർഭിണിയായാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഒന്ന് കേൾക്കണം കേട്ടോ. നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം. എനിമിക് ആയിട്ടുള്ള ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് വളരെ വിരളമായിരിക്കും. ഇനി ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി വെരി ടഫ് പ്രൊപ്പോസിഷൻ. എന്താ സംഭവിക്കാന്നറിയോ? ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ശാരീരികവും മാനസിക വളർച്ച വളരെ ഇല്ലാതെയായി പോകും, കുറഞ്ഞു പോകും. ഇത് രണ്ടും സഹിക്കാം. പക്ഷെ ചില സമയത്ത് കുട്ടി ജീവനോടെ ജനിക്കത്തുമില്ല. അതത്ര സുഖമുള്ള കാര്യമൊന്നുമല്ലല്ലോ. പ്രശ്നം എന്താ? സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ ലേഡി ഗർഭിണിയാവുമ്പോൾ ഹീമോഗ്ലോബിൻ ലെവൽ സ്ത്രീകൾക്ക് 12ഉം 16ഉം വേണ്ടത്. അതൊരു 12.5 ആവണം ഗർഭിണിയാവുമ്പോൾ. ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചു? ഗർഭിണിയായി കഴിഞ്ഞാൽ 12 ഉള്ളവർ നേരെ 10ലേക്കോ അല്ലെങ്കിൽ 11 ആയിട്ട് കുറയും. കാരണം രണ്ടാമത്തെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് 12.5 ആക്കണം. അപ്പൊ അതില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. അത് ഗർഭിണിയായപ്പോൾ ഹെവി ബ്ലീഡിംഗ് ആണെങ്കിൽ മിസ്കാരേജ് ആയി പോകും. പക്ഷെ ആ സമയത്ത് ഒരു വിഷം വരുമെങ്കിലും വലിയ പ്രശ്നമില്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഡെലിവറിക്ക് ശേഷം ഹെവി ബ്ലീഡിംഗ് വരും. ഹെവി ബ്ലീഡിംഗ് കഴിഞ്ഞാൽ ചില സമയത്ത് ആ പ്രസവിച്ച അമ്മ തന്നെ ഇല്ലാതെയായി പോകും. മരണം, മെറ്റേർണൽ ഡെത്ത്. ചില സമയത്ത് കുട്ടി തന്നെ ഇല്ലാതെയായി പോകും. സോ ബേബി ഡെത്ത്. അപ്പൊ ഇത് രണ്ടും വളരെ സുഖം തരുന്നതല്ല. ചില സമയത്ത് രണ്ടും ഇല്ലാതെയായി പോകും. ഓക്കെ. പിന്നെ പ്രീ ടേം ഡെലിവറിയാണ്. പ്രീ ടേം ഡെലിവറി എന്ന് പറഞ്ഞാൽ 9-9.25 മാസം അമ്മയുടെ വയറ്റിൽ വളരേണ്ട ഒരു കുട്ടിയാണ്. പക്ഷെ അത് 8-ാം മാസം 7-ാം മാസമൊക്കെ പ്രസവിച്ചു പോകും. അപ്പൊ എന്തായാലും വാട്ട് എവർ സെൻഡ് ആ സമയം എത്രയാണോ പെട്ടെന്ന് വെളിയിലോട്ട് വന്നത്, അമ്മയുടെ ശരീരത്തിൽ 9.25 മാസം നിൽക്കേണ്ടത് അതിൽ നിന്ന് എത്ര ദിവസം മുന്നേ പ്രസവിച്ചു പോയിട്ടുണ്ടോ അത്രയും ദിവസത്തെ വളർച്ച അവിടെ മുരടിച്ചിട്ടുണ്ടാവും എന്നുള്ളതോ, അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ എന്തായാലും ആ ശരീരത്തിൽ ഉണ്ടാവും എന്നുള്ളതിനും യാതൊരു സംശയമില്ലല്ലോ. അപ്പോ നമ്മൾ കൃത്യമായിട്ട് ന്യൂട്രിചാർജ് വുമൺ, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റും ന്യൂട്രിചാർജ് വെജോമയ്ക്കും, ആ PVMF എന്ന് പറയുന്നത്, ഇത് എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ പുരുഷന്മാരും ആൺകുട്ടികളും സ്ത്രീകളും കഴിച്ചാൽ നമ്മളെ സമൂഹത്തിൽ നിന്നുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചതും എല്ലാം ഇല്ലാതെയാവും എന്നുള്ളത് എത്ര കറക്റ്റായിട്ടാണ് മുമ്പിലുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് അതെടുക്കാനും അത് മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പിന്നെ ഇതിൻ്റെ അകത്ത് വെറും ന്യൂട്രിചാർജ് വിമണിൽ വെറും അയൺ മാത്രമല്ലല്ലോ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് 13 വൈറ്റമിൻസ് 13 മിനറൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു 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 പ്രത്യേകതരം ഒരു പ്രശ്നമുണ്ട്. അതായത് ന്യൂറൽ ട്യൂബ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ഒരു ലേഡി ഗർഭിണിയായി കഴിഞ്ഞിട്ട് 1 മാസം ആകുമ്പോഴേക്ക് ആ ന്യൂറൽ ട്യൂബ് ക്ലോസ് ആവണം. ആ ന്യൂറൽ ട്യൂബിൽ കൂടെയാണ് നമ്മൾ ബ്രെയിന് സ്പൈനൽ കോഡൊക്കെ ഉള്ള സംഭവം. അപ്പൊ അത് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ അത് വലിയധികം പ്രശ്നങ്ങളാണ് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അത് കുട്ടി അധികം കാലം ജീവിക്കത്തുമില്ല. പക്ഷെ വലിയധികം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ വൈറ്റമിൻ ഇഷ്ടം, ബി കോംപ്ലക്സ് ഉണ്ട്, പലതരത്തിലുള്ള മിനറൽസ് ഉണ്ട്, എല്ലാം ചേർത്ത് വരുമ്പോൾ ഒരു ലേഡിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കൃത്യ അളവിൽ ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുകയും ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെയും, അതുപോലെ തന്നെ മറുവശത്ത് ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് 2 നേരം കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ആരോഗ്യവും രക്തത്തിന്റെ അളവും ഉണ്ടാവാൻ വേറെ എവിടെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അത് ഇപ്പോഴും ചിന്തിക്കാറുണ്ട്. സാർ പ്രോട്ടീൻ ഞാൻ ഇന്നലെ മറന്നു, ഞാൻ ആദ്യം 3 മാസം കഴിച്ചപ്പോൾ ഞാൻ നിർത്തി, ആരോ പറഞ്ഞ് പ്രോട്ടീൻ കൂടിയാൽ പ്രശ്നം വരും എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എവിടെയാ പ്രോട്ടീൻ കൂടുന്നത്? അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ന്യൂട്രിചാർജ് വുമണിൽ കൂടെ കഴിക്കുമ്പോൾ എനിമിയ കറക്റ്റ് ചെയ്യുന്നു, സ്ത്രീകളിലും പെൺകുട്ടികളിലും മസിൽസ് ആൻഡ് ബോൺ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, എനർജി ബൂസ്റ്റപ്പ് ചെയ്യുന്നു, മെറ്റാബോളിസം നന്നാക്കുന്നു, അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു. അത് മാത്രമല്ല ആന്റി ഓക്സിഡൻസ് പ്രിമച്യൂർ ഏജിങ് ഇല്ലാതെയാക്കുന്നു. പ്രത്യേകിച്ചിട്ട് ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ആ ആന്റി ഓക്സിഡന്റ് സ്ത്രീകളിലും പെൺകുട്ടികളിലും സ്ഥാനാർബുദം വരാതെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഓക്കെ. അപ്പൊ അതിന്റെ പുറമെ ഇതിൽ 13 ഫ്രൂട്ടിന്റെ ബ്ലണ്ടുകൾ ഉണ്ട്. ഈ 13 ഫ്രൂട്ട് ബ്ലണ്ടുകൾ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഓൾറെഡി ഇതിൽ സാധനങ്ങളുണ്ട്. അതിന്റെ കൂടെ അത് കൂടുതൽ ഊർജ്ജപ്പെടുത്തും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് അനദർ ബിഗ് തിങ്. ഓക്കെ. പിന്നെ ഇതാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14 വയസ്സിന്റെ മുകളിലുള്ള പെൺകുട്ടികൾക്ക് കൊടുക്കാം എന്നിവിടെ പറയാൻ പറ്റത്തില്ല. പുരുഷന്മാർക്ക് ആൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ പോലെ. കാരണം ഇവിടെ എപ്പോഴാണോ ആ പെൺകുട്ടിക്ക് പീരീഡ്സ് തുടങ്ങുന്നത്
മെൻസ്ട്രൽ ഫ്ലോ തുടങ്ങുന്നത് ആ സമയം മുതൽ ന്യൂട്രിചാർജ് ഹോർമോൺ കൊടുക്കണം. ഇത് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. എന്നാലും ചില സമയത്ത് ചില ആളുകൾ വിളിച്ചു ചോദിക്കാറുണ്ട്, സാറേ 14 വയസ്സ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയല്ലോ ഇല്ലേ? 14 വയസ്സ് കഴിഞ്ഞ് കൊടുക്കാനുള്ളത് ന്യൂട്രിചാർജ് മാൻ ആണ്, ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്ക് ഇപ്പോഴത്തെ ജീവിതശൈലിയും ഭക്ഷണശൈലിയും എല്ലാം ആയതുകൊണ്ട് പണ്ടത്തെ പോലെ 13 14 വയസ്സുകൾ കൊണ്ടൊന്നല്ല മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുന്നത്. 8 വയസ്സിൽ 9 വയസ്സിലൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ 8 വയസ്സിൽ തുടങ്ങിയിട്ടുള്ള മെൻസ്ട്രൽ ഫ്ലോ തുടങ്ങിയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ 14 വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കുമെന്ന് തീരുമാനിച്ചാൽ 6 വർഷം ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അയൺ ആൻഡ് പ്രോട്ടീന്റെ ഡിപ്ലീഷൻ എത്രമാത്രം നടന്നിട്ടുണ്ടാവും സംഭവിച്ചു നോക്കി. പിന്നെ ആരോഗ്യത്തിലേക്ക് ആ കുട്ടി എങ്ങനെയാ വരിക? അതുകൊണ്ടാണ് നമ്മൾ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ ചില പെൺകുട്ടികൾ കാണുന്നില്ലേ, ഒന്നാമത് ജങ്ക് ഫുഡ് കഴിച്ചിട്ട് വല്ലാതെ ഒരു ഫാറ്റി ബോഡി ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വളരെ ശുഷ്കിച്ചു പോയിട്ടുണ്ടാവും, വളരെ ക്ഷീണമായിരിക്കും, മുടിയൊക്കെ കൊയിട്ടുണ്ടാവും. അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരുന്നത് അതിന്റെ കൊണ്ട് കാരണമാണ്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മുടങ്ങാതെ കഴിച്ചു പോകുക എന്നേ ഉള്ളതിൽ പറയാം. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ മെൻസ്ട്രൽ ഫ്ലോ തുടങ്ങുന്നത് ആ സമയം വെച്ച് കൊടുക്കണം. ദെൻ കംസ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അപ്പൊ PVMF കഴിഞ്ഞു, ഇനി O, അതാണ് ഇത് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. സുഹൃത്തുക്കളെ, ഏറ്റവും ബെസ്റ്റ് വെജിറ്റേറിയൻ ഒമേഗകളിൽ ഒന്നാണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. കാരണം അതിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ പറയുന്ന പോലെ ഒരു 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂട്രിചാർജ് വെജ് ഒമേഗ എടുത്ത് നിങ്ങൾക്കറിയാം ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഇതിൽ പറയാനുണ്ടെന്ന്, എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു പ്രൊഡക്റ്റാണ് ഇത്. എന്നിട്ട് ഇത് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. ദേ ആർ ഡൂയിങ് എ ബിഗ് ഹാം ടു ദംസെൽവ്സ്. അവരെ ഇത് ചെയ്യുന്ന ക്രൂരതയാണ് ഏറ്റവും അധികം. അഥവാ ന്യൂട്രിചാർജ് വെജ് ഒമേഗ നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഒരു 18 വയസ്സ് 10 വയസ്സ് മുതൽ 18 വയസ്സുള്ള ആൾക്കാർക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ന്യൂട്രിചാർജ് വെജ് ഒമേഗ 1 വെച്ച് കൊടുക്കാം. പിന്നീട് 18 വയസ്സിന്റെ ശേഷമുള്ള ആൾക്കാർക്ക് 2 വെച്ചിട്ടും പിന്നെ പതുക്കെ അത് 3 വെച്ചും കഴിക്കണം. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഡോസ്. പക്ഷെ എല്ലാവരും ഇന്ന് കഴിക്കാൻ തുടങ്ങിയ ആൾക്കാർ ന്യൂട്രിചാർജ് വെജ് ഒമേഗ 1 കഴിക്കുന്നുണ്ട്. ആ പ്രായത്തിലേക്ക് 1 കഴിച്ചാൽ ഒന്നും ഗുണം ചെയ്യത്തില്ല സാറേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതനുസരിച്ച് മാറ്റണം. ഓക്കെ, പിന്നീട് ചില അസുഖങ്ങളുണ്ട്, അമിതമായിട്ടുള്ള കൊഴുപ്പുണ്ട്, പിന്നെ പ്രമേഹമുണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്, ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക്, പിന്നെ ക്യാൻസർ സംബന്ധമായിട്ടുള്ള ചില ഗ്രോത്തുകളൊക്കെ ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്, അവർക്ക് എല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു ന്യൂട്രിചാർജ് വെജ് ഒമേഗയാണ്. ഇത് ആർക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുന്ന ഏത് വ്യക്തിക്കും കൊടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേ ടു സേ. കൊടുക്കണ്ട എന്ന് പറയാൻ വളരെ, എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കാറ്റഗറി ഉണ്ട് ഇതിൽ. സോ ഹൂഎവർ ഈസ് ബ്രീതിങ് ഹി ക്യാൻ ബി ഗിവൺ. ഇനി സാധാരണ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ പുരുഷന്മാരിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻസിൽ കാണുന്നത്, പുരുഷന്മാരിലെ സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം നമ്മൾ കാണുന്നത് എക്സസൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചില ആളെ കണക്കിൽ കണ്ടു കാണും, എക്സസൈസ് ചെയ്യുമ്പോൾ വല്ലാതെ ക്ഷണിച്ചു. അപ്പൊ ചില ഫിസിക്കൽ ക്ലാസ്സിൽ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. അന്നേരം അപ്പൊ അയ്യോ, ചില ആൾക്കാർ ഇങ്ങനെ നോക്കും, നീ ചെയ്ത് ശരിയായിട്ടില്ല കേട്ടോ, ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെ. ചില ആൾക്കാരെ പകുതി ചെയ്തിട്ട് നിൽക്കും. ചില ആൾക്കാർ സാറേ കൈ നീട്ടാൻ സ്ഥലമില്ല കേട്ടോ സാറേ, അതുകൊണ്ട് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല, വീട്ടിൽ പോയി ചെയ്യാം. കാരണം ചെയ്യാൻ ആകുന്നില്ലെന്നേ, ബിക്കോസ് ദ ബോഡി ഈസ് ആബ്സല്യൂട്ട്ലി വീക്ക്. അതൊന്ന്. രണ്ടാമത്തത് എനർജി ഇല്ല. അതുമാണ് വേറൊരു കാര്യം, എനർജി ഇല്ല. കാരണം ഞാൻ ഏകദേശം ഈ ചെയ്യിപ്പിക്കുക ഏകദേശം അവസാന സമയത്ത് രാവിലെ തൊട്ട് വന്നാണെങ്കിൽ പിന്നെ തീരെ എനർജി ഉണ്ടാവില്ല. അതുപോലെ ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ എവിടെ നോക്കിയാലും ഉള്ള സംഭവം. അതുപോലെ തന്നെ ഫറ്റീഗ്, ലെഥാർജി, ക്ഷീണം, അതിഭീകരമായ ക്ഷീണം, പിന്നെ കൊളസ്ട്രോൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നതാണ് നമ്മളുടെ നാട്ടിലെ ജനങ്ങൾ. അതൊരു ഭാഗം. മറുവശത്താണെങ്കിലോ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരവധി. അവിടെ ഈ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നു, ട്രൈഗ്ലിസറൈഡ് കൂടുന്നു. കൊളസ്ട്രോളിൽ ഏതാ കൂടുന്നത്? നല്ല കൊളസ്ട്രോൾ കൂടിയ നല്ലതായിരുന്നു, നല്ലത് കുറയുകയും ചെയ്യുന്നു, ചീത്ത കൂടുകയും ചെയ്യുന്നു. അതാണ് പ്രശ്നം. HDL കൂടണം, അത് കുറയുകയും ചെയ്യും. LDL കുറയണം, അത് കൂടുകയും ചെയ്യും. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ബാലൻസ് ആയിട്ട് ഇവരെ രണ്ടാളെയും സ്നേഹിതനെ പോലെ ഇങ്ങനെ ചോലിൽ കൈ വെച്ചിട്ട് നടക്കുന്നതാണ് ട്രൈഗ്ലിസറൈഡ്. ഇവർക്ക് കൂടുമ്പോൾ ഇവരുടെ കൂടെ തന്നെയാണ് പോയി വലുതാവും. അപ്പൊ നമ്മള് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് പ്ലസ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ കൊടുക്കുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളും ഇല്ലാതെയാവുക ചെയ്യുന്നത്. അതായത് കൊളസ്ട്രോൾ ലെവൽ നോർമലിലേക്ക് പോകുന്നു, ട്രൈഗ്ലിസറൈഡ് നോർമലിലേക്ക് പോകുന്നു. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ധമനികളൊക്കെ അടഞ്ഞു പോകുന്നില്ലേ സാധാരണഗതിയിൽ ഈ ഫാറ്റ് ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ കാണാം, ഇതുണ്ടോ, ഇത് ധമനിയാണ് കേട്ടോ, ഈ കാണിച്ചിരിക്കുന്ന ഹൃദയത്തിലേക്ക് വരുന്നത് ഇതുണ്ട്, ഇങ്ങനെ അടഞ്ഞു പോയുണ്ട് ഈ മഞ്ഞ നിറം. ഇതാണ് ഈ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എ പ്ലാക്ക്. അപ്പൊ ഇതെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന രക്തത്തിന്റെ ആ ഫോഴ്സ് ഇവിടെ അങ്ങ് ബ്ലോക്ക് ആയി കിടക്കുകയാണ്. അപ്പൊ തിരിച്ച് ഹൃദയത്തിലേക്ക് പ്രഷർ കൊടുക്കും. അതിനെ പറയുന്നതാണ് ആഫ്റ്റർ ലോഡ്. അപ്പൊ ഇങ്ങോട്ടുള്ള ബ്ലഡിന്റെ അളവ് കുറഞ്ഞുകൊണ്ട് തിരിച്ചിട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി ഹൃദയത്തിലേക്ക് കയറുന്ന ബ്ലഡിന്റെ അളവും കുറയും. അപ്പൊ പ്രീലോഡും കൂടും. അപ്പൊ ഹൃദയത്തിന്റെ പ്രീലോഡും കൂടി ആഫ്റ്റർ ലോഡും കൂടി. അപ്പൊ 2 ലോഡും കൂടുമ്പോൾ ഹൃദയത്തിന് വല്ലാതെ പണിയെടുക്കേണ്ടി വരും. അപ്പോഴെന്തുണ്ടാവും, അവിടെ പ്രോട്ടീനും കൂടി ഇല്ലാത്തതുകൊണ്ട് ഹാർട്ടിന്റെ മസിൽസും വീക്കാണ്.
ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അടിച്ചു. അതാണ് ഹാർട്ട് അറ്റാക്ക് ആയി തീർന്നത്. അപ്പൊ ബ്ലോക്ക് ഈസ് എ ബിഗ് പ്രോബ്ലം. അപ്പോ കൃത്യമായിട്ട് PVMFO കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങൾ ഇല്ലാതെയാവും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ഞരമ്പുകൾ ഉണ്ടല്ലോ, അതിന്റെ ആ നീർക്കെട്ട് അതില്ലാതെയാവും, സ്റ്റിഫ്നെസ് ഇല്ലാതെയാവും, അതുപോലെ വളരെ ബ്ലോക്കുകൾ ഇല്ലാതെയാവും. അപ്പോൾ ഹാർട്ട് ഡിസീസ് ആവുന്നത്, ഹാർട്ട് അറ്റാക്കിൻ്റെത്, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ റിസ്ക്കും വളരെയധികം കുറയും. അപ്പൊ ഇതിനൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ omega-3 എന്ന് പറഞ്ഞത്. അപ്പൊ ന്യൂട്രിചാർജ് വെജ് ഒമേഗ വേണ്ടതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സംഭവമാണ്. പല ആൾക്കാരും പറയല്ലേ ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിച്ചതിന് ശേഷം എന്റെ കിതപ്പ് മാറിയെന്ന്. അപ്പൊ കിതപ്പ് മാറിയതിന്റെ കാരണം അതാണ്, കംപ്ലീറ്റ് നിങ്ങളെ ബ്ലോക്കുകളൊക്കെ മാറി എന്നുള്ളതാണ്. ഇപ്പൊ പല ആൾക്കാരും കണ്ടില്ലേ നിപ്പിലാണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോകുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ്. അപ്പോൾ 1% omega-3 കുറവുണ്ടെങ്കിൽ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ സീ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അപ്പോൾ അവിടെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡൊക്കെ നോർമൽ ആവുന്നു, BP കുറയുന്നു, ഡയബറ്റിക്കിന്റെ ചാൻസ് ഇല്ലാതെയാവുന്നു, അതുപോലെ തന്നെ അസിഡിറ്റി കുറയാൻ വളരെയധികം സഹായിക്കും ഇത്. പിന്നെ ധമനികൾ അൺബ്ലോക്ക് ആവുന്നു. കണ്ടോ, ഇവിടെ കണ്ടോ, നേരത്തെ കാണിച്ച ധമനിയല്ല ഇവിടെ ഉണ്ടോ, മഞ്ഞൊന്നുമില്ല, ഇവിടെ ക്ലീൻ ആയി. അതുകൊണ്ട് ശരിക്കും ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നു. ഇതാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളത്. മറുവശത്ത് നോക്കുന്നതോ സാധാരണ നമ്മൾ കാണുന്ന ജോയിന്റ് പെയിനുകൾ ഇല്ലാതെയാവുന്നു, ജോയിന്റ് സ്റ്റിഫ്നെസ്, അതായത് കാല് മടക്കാൻ നിവർക്കാനും വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അതില്ലാതെയാവുന്നു. അതുപോലെ തന്നെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യും, പ്രത്യേകിച്ച് ആർത്തവം ഉള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും. അപ്പൊ ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഒരു പീരീഡ്സ് തുടങ്ങിയ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂഡ് സ്വിങ് വളരെയധികം കൺട്രോൾ ചെയ്യും. അത് മാത്രമല്ല നല്ല ആരോഗ്യപരമായിട്ടുള്ള ഉറക്കവ് സമ്മാനിക്കും. ഈ ഉറക്കമില്ലായ്മയാണ് വേറൊരു പ്രശ്നം, റൈറ്റ്? പിന്നെ മുടിയുടെ ആരോഗ്യം, നഖത്തിന്റെ ആരോഗ്യം, ചർമ്മത്തിന്റെ ആരോഗ്യം, എല്ലിന്റെ ആരോഗ്യം എല്ലാം നല്ല സുഗമമാക്കുകയും ചെയ്യും. അത് മാത്രമല്ല അവസാനത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോകുമല്ലോ. ഭൂരിപക്ഷം ആൾക്കാർ ഇപ്പൊ ഡിപ്രഷനാണ്, എന്തൊരു ശരീരത്തിലും ഡിപ്രഷൻ. ആ ഡിപ്രഷൻ പോലും ഇല്ലാതെയാക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ omega-3 കുറവ് നികത്താൻ വേണ്ടിയിട്ടുള്ള ഐഡിയൽ ചോയ്സ് ആണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. ഇത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, അകത്തുനിന്നും വെളിയിൽ നിന്നും പ്യോർ വെജിറ്റേറിയൻ ആണ് എന്നുള്ളതാണ് ഏറ്റവും കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ പ്യോർ വെജിറ്റേറിയൻ ആയിട്ടുള്ള എങ്ങനെയായി എന്നുള്ളതെന്ന് വെച്ചാൽ, സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ചില കമ്പനികൾ സാർ ഞങ്ങളുടേതും വെജിറ്റേറിയൻ ആണ്, ഒരുപക്ഷെ അവരുടെ ക്യാപ്സൂളിന്റെ ഉള്ളിലുള്ളത് വെജിറ്റേറിയൻ ആയിരിക്കും, പക്ഷെ വെളിയിൽ ഒരിക്കലും ഒരു കമ്പനിക്കും ഇനി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളത് പാറ്റന്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലിന്റെ പൊടി കൊണ്ടാണ് അവർ ഉണ്ടാക്കുക. സോ ഇറ്റ് ഇസ് ബേസിക്കലി നോൺ വെജ് ഓൺലി നാ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അവർ ഇത്രേ പറയത്തുള്ളൂ omega-3 ഈസ് എന്താണ് പറയുക, വെജിറ്റേറിയൻ ആയതില്ലെന്ന് പറയും. പക്ഷെ മൊത്തത്തിൽ അത് ക്യാപ്സൂൾ ആയിട്ടല്ലേ കഴിക്കുക. അപ്പൊ ക്യാപ്സൂൾ നോൺ വെജ് ആണ്. അപ്പൊ നോൺ വെജ് ആണ് എങ്ങനെ കഴിച്ച പിന്നെ എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമ്മൾ ഇത് കരാഗിനാൻ എന്ന് പറയുന്ന കടലിന്റെ അടിത്തട്ടിൽ കാണുന്ന ഒരു ചെറിയ തരത്തിലുള്ള ഒരു ചെടിയുടെ സത്താണ്. അതുകൊണ്ട് ഫ്രം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ് ഇസ് ടോട്ടലി വെജിറ്റേറിയൻ. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ പേര് തന്നെ നമ്മൾ എന്താ പറയുക, വെജിറ്റേറിയൻ സോഫ്റ്റ് ക്യാപ്സൂൾ എന്നാ പറയുക. മറ്റുള്ളവർ എന്താ പറയുക അവരുടെ പ്രൊഡക്റ്റിന് സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ. അപ്പൊ ഈ രണ്ട് വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ല് പൊടി കൊണ്ട് ഉണ്ടാക്കിയ ക്യാപ്സൂൾ എന്നർത്ഥം. അതിന്റെ ഷെല്ല് എല്ല് പൊടിയാണ്. നമ്മളത് എന്താണ്, വെജിറ്റേറിയൻ സോഫ്റ്റ് ക്യാപ്സൂൾ. അല്ലാതെ അവിടെ ചെന്നിട്ട് ഞങ്ങളിത് സാർ സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ ആണ് പറഞ്ഞു പോയത്, കാരണം പിക്ചറേ ഇല്ലാതെ. ഓക്കെ, പിന്നെ ടോട്ടൽ ഒമേഗ ഇതിലുള്ളത് 420 മില്ലിഗ്രാമാണ്. അതിൽ 250 മില്ലിഗ്രാമും omega-3 ആണ്. പിന്നെ 100% വെയിറ്റിന് എസ് ഐ ടോൾഡ് യു. പിന്നെ ഉള്ളത് ഇത് പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, USA ആ ടെക്നോളജിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന്റെ പ്ലാന്റ് ആണ് നമ്മൾ സിക്കിമിൽ ഉള്ളത്. അപ്പോൾ ന്യൂട്രിചാറിന്റെ എല്ലാ ക്യാപ്സൂളുകളും പാറ്റന്റ് ചെയ്യപ്പെട്ടതാണ്. അതുപോലത്തെ ഒരു ക്യാപ്സൂൾ ഇനി ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ടോട്ടലി വെജിറ്റേറിയൻ ഫ്രോം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ആൻഡ് ദിസ് പാറ്റന്റ് ടെക്നോളജി ഈസ് ബ്രോട്ട് ഫ്രോം USA. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ PVMFO എന്ന് പറയാനുള്ളത്. അപ്പൊ PVMFO പറഞ്ഞു കഴിഞ്ഞു, പിന്നെ പോഷകങ്ങളുടെ ആവശ്യകതകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ആരോഗ്യത്തോടെ നിൽക്കണമെങ്കിൽ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം മുടങ്ങാതെ മറക്കാതെ ശരിയായ അളവിൽ എല്ലാ ദിവസവും കഴിച്ച് തുടങ്ങുക എന്നുള്ളത്. ഇല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഗുണമുണ്ടാവില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ ക്ലാസ് കേട്ടുകൊണ്ട് ആരോഗ്യം കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. ക്ലാസ് കേട്ടിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ നാളെ എന്നെ വിളിച്ചു പറയും സർ എല്ലാം കഴിക്കുന്നുണ്ട്, പക്ഷെ എന്തെല്ലോ ചെറിയ തകരാറുണ്ട്. ആ തകരാറുണ്ടാവുന്നത് ഏകദേശം എൻ്റെ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ ഇനി രൂപാന്തരണം ആവണം. രൂപാന്തരണം യാത്രയിൽ പോയി നിന്നിട്ട് വെയിലും കൊണ്ടെങ്കിൽ വന്നിട്ട് കാര്യമില്ല. നമ്മളും ടോട്ടലി രൂപാന്തരപ്പെടണം. ട്രാൻസ്ഫോർമേഷൻ ഈസ് റിക്വയർഡ്.
അപ്പൊ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴാണ് റിക്വയർഡ് ആകും? നമ്മൾക്ക് ആരോഗ്യം കിട്ടുന്നു, നമുക്ക് പ്രായം തോന്നിക്കാതിരിക്കുന്നു, നമ്മുടെ ചർമ്മം, നമ്മുടെ മുടി, നമ്മുടെ നഖം, നമ്മുടെ ശരീരം മൊത്തം ആരോഗ്യത്തോടുന്നു. അതല്ലേ ട്രാൻസ്ഫോർമേഷൻ. നാളെ നിങ്ങളെ കണ്ടാൽ ആൾ പറഞ്ഞു, അയ്യോ മാഷെ നിങ്ങൾ അന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലോ, ഇന്ന് നിങ്ങൾ ലേശം കൂടി പ്രായം കുറഞ്ഞല്ലോ, ചെറുപ്പക്കാരനായല്ലോ. അങ്ങനെ 10 ആളെ കൊണ്ട് പറയിപ്പിക്കണം. അല്ലേ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ അവർ കണ്ടാൽ പറയും, ഇയാളാണോ ന്യൂട്രി ചാർജ് പറയുന്ന ആൾ? അതോടെ തീർന്നില്ലല്ലോ. ഓക്കെ, സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പ്ലീസ് എൻജോയ് ലൈഫ്. ഓരോ ദിവസവും ആഘോഷിക്കുക. കാരണം ജീവിതം വളരെ വിഷമിച്ചിട്ട് കിട്ടത്തുള്ളൂ, അല്ലേ? ലൈഫ് ഈസ് ഓൺലി വൺസ്, അല്ലേ? അപ്പൊ ആ ഒരു ജീവിതം ആസ്വദിച്ച് ടെൻഷനൊന്നുമില്ലാതെ ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് നമ്മൾ നിറവേറ്റണം. ഇല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന വിഷമത്തിനെ പറ്റി ചിന്തിക്കും. നമ്മൾ ഇന്നത്തേക്ക് ജീവിക്കുന്നില്ല, അതാണ് പ്രശ്നം. യു നീഡ് ടു ലിവ് ഫോർ ടുഡേ. ഇന്നത്തെ ഈ സമയം അടിച്ചം കുറിച്ചേക്കാം. പക്ഷെ നമ്മൾ നാളത്തെ വിചാരിച്ചിട്ട് ഇന്നും ചിന്തിക്കും, ഇന്നും ജീവിക്കില്ല, നാളെ വന്നാൽ പിന്നെ തീരെ ജീവിക്കില്ല. അപ്പോൾ സീ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. അപ്പോൾ എന്തായാലും 2 സ്ഥലത്ത് ഞാൻ കേരളത്തിൽ വരുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് രൂപാന്തര യാത്രയുടെ സമയത്ത് കാണാം. നിങ്ങളെ കൂടെ സാധാരണ മീറ്റിങ്ങിൽ പറയുന്ന എന്താ, 2 കൈ ഉള്ളതുകൊണ്ട് 2 ആളെ കൂട്ടിക്കൊണ്ടുവരുന്നില്ല പറയാം. ഇന്ന് അങ്ങനെയല്ല പറയുന്നത്. ഇന്ന് 2 കൈ ഉണ്ടെങ്കിൽ നിങ്ങൾ 10 ആളെ കൂട്ടിക്കൊണ്ടുവരണം. ഒരു കയ്യിൽ 5ഉം മറ്റേ കയ്യിൽ 5ഉം. ഇത് അതിശോക്തിപരമായിട്ട് പറഞ്ഞതല്ല, ചുമ്മാതെ പറയാൻ പറഞ്ഞതല്ല. ഇത് വളരെ ഹൃദയത്തിന്റെ അടിത്തറയിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ഇത് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഐ ആം വെയിറ്റിംഗ്, എവറിബഡി ഈസ് വെയിറ്റിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു സുധാകരൻ.